ഹായ് ഓൾ, ഗുഡ് ഈവനിങ്. ഇപ്പൊ എല്ലാവരും MA ഫസ്റ്റ് ഇയർ എക്സാംസ് എഴുതിയിട്ടുണ്ടായിരിക്കും. ചിലപ്പോൾ എഴുതിയിട്ടുണ്ടാവില്ല. എന്തായാലും നമ്മുടെ ഫസ്റ്റ് ഇയർ കംപ്ലീറ്റ് ആയിട്ട് ഇനി സെക്കൻഡ് ഇയറിലേക്ക് നമ്മൾ റീ രജിസ്റ്റർ ചെയ്തിട്ട് സെക്കൻഡ് ഇയറിലേക്ക് പോകാൻ വേണ്ടി പോവാണ്. അപ്പൊ വാം വെൽക്കം ടു എ സ്നീക് പീക്ക് ഓഫ് ഇയർ 2 MA ഇംഗ്ലീഷ്. നമുക്കറിയാം, ഇഗ്നോന്റെ ഫസ്റ്റ് ഇയർ കഴിഞ്ഞ സെക്കൻഡ് ഇയറിലേക്ക് നമുക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ റീ രജിസ്ട്രേഷൻ ചെയ്യണം. December 2nd 2024 റീ രജിസ്ട്രേഷന്റെ ലിങ്ക് ഓപ്പൺ ആയിട്ടുണ്ട്. അതിന്റെ ലാസ്റ്റ് ഡേറ്റ് വരുന്നത് January 31st 2025 വിത്തൗട്ട് ലേറ്റ് ഫീ. അപ്പൊ എല്ലാവരും എത്രയും പെട്ടെന്ന് തന്നെ ഇഗ്നോ റീ രജിസ്ട്രേഷൻ ചെയ്യേണ്ടതാണ്. January 31st വരെ നമുക്ക് ടൈം ഉണ്ട്. എങ്ങനെയാണ് റീ രജിസ്റ്റർ ചെയ്യുക എന്നുള്ളതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യും. അതിന് വേണ്ട നമ്മൾ റീ രജിസ്റ്റർ ചെയ്യാനുള്ള പോർട്ടലാണ് ഓൺലൈൻ rr.igno.ac.in എന്ന പോർട്ടലിലാണ് നമ്മൾ ലോഗിൻ ചെയ്യേണ്ടത്. അതുവഴിയാണ് നമ്മൾ റീ രജിസ്റ്റർ ചെയ്യേണ്ടത്. ഇനി അതിന്റെ ഒരു പ്രോസസ്സ് ഡിസ്കസ് ചെയ്ത് പറഞ്ഞുതരാം. നമ്മൾ ആദ്യം തന്നെ ഇഗ്നോ റീ രജിസ്ട്രേഷൻ പോർട്ടല് നമ്മൾ ഓപ്പൺ ചെയ്യാം. അവിടെ നമ്മൾ നമ്മളുടെ എൻറോൾമെന്റ് നമ്പറും പാസ്വേഡും യൂസ് ചെയ്തിട്ട് ലോഗിൻ ചെയ്യണം. അതിനുശേഷം നമ്മൾ നമ്മളുടെ കോഴ്സ് സെലക്ട് ചെയ്യണം. അതിൽ നമുക്ക് ഏത് സെമസ്റ്റർ ആണ്, ഇയർ ആണ് എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് ചൂസ് ചെയ്യാം. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം? റീ രജിസ്ട്രേഷൻ ഫീ ഓൺലൈനായിട്ട് പേ ചെയ്തതിന് ശേഷം ഫോം സബ്മിറ്റ് ചെയ്യുക. റീ രജിസ്ട്രേഷൻ ഫോം സബ്മിറ്റ് ചെയ്യുക. അതിന്റെ കൺഫർമേഷൻ ഫോം പേജ് നമ്മൾ ഡൗൺലോഡ് ചെയ്തെടുക്കുക. ഇതാണ് റീ രജിസ്ട്രേഷന്റെ പ്രോസസ്സ്. നമ്മളുടെ കൂടെ ജോയിൻ ചെയ്തവർക്ക് അറിയാം, ലേൺ വൈസ് നമുക്ക് റീ രജിസ്ട്രേഷൻ ചെയ്തു തരും. സോ നമുക്ക് അധികം ടെൻഷൻ ഒന്നും ഇല്ലാതെ ലേൺ വൈസ് ത്രൂ നമുക്ക് ഇഗ്നോ റീ രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ് ഇയർ 2 സോ റീ രജിസ്ട്രേഷൻ ഹെൽപ്പ് ഡെസ്ക് നമ്പർ സ്ക്രീനിൽ കാണുന്ന പോലെ തന്നെ ഞാൻ പറയാം: 918714624237. ഒരു വട്ടം കൂടി ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുതരാം: 918714624237. നമ്മുടെ ചാറ്റിലും ഈ സെയിം നമ്പർ കാണാം നിങ്ങൾക്ക്. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ലേൺ വൈസ് മെന്ററെയോ അല്ലെങ്കിൽ സ്റ്റുഡന്റ് സക്സസ് എക്സിക്യൂട്ടീവിനെയോ നമുക്ക് ചോദിച്ചിട്ട് നമുക്ക് ഈ നമ്പർ, അതുപോലെ തന്നെ റീ രജിസ്ട്രേഷന്റെ ഹെൽപ്പും സപ്പോർട്ടും നമുക്ക് തേടാവുന്നതാണ്. നെക്സ്റ്റ്, നമ്മളുടെ ഇന്നത്തെ ഈ ഒരു സെഷന്റെ ഒരു ഷോർട്ട് ആയിട്ടുള്ള ഒരു ഗ്ലിംസസ് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഒരു ഓവർവ്യൂ പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ സെക്കൻഡ് ഇയറിന്റെ കോഴ്സ് പേപ്പേഴ്സ് ഏതൊക്കെയാണെന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്യും. അതേപോലെ തന്നെ ഒരു സ്ട്രാറ്റജിക് സ്റ്റഡി പ്ലാനിങ് നമ്മൾ പറഞ്ഞുതരും. അതേപോലെ ഇൻ ഡീറ്റെയിൽ നമുക്ക് ലേൺ വൈസ് ത്രൂ ഫസ്റ്റ് ഇയർ കംപ്ലീറ്റ് ചെയ്ത് എല്ലാവർക്കും അറിയാം, നമ്മൾ ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന വേരിയസ് ഫെസിലിറ്റീസ് അത് വളരെ യൂസ്ഫുൾ ആയിട്ടുണ്ട് എന്ന് നിങ്ങളുടെ പല ഫീഡ്ബാക്ക് എന്നും ഒപ്പീനിയനും നമുക്ക് മനസ്സിലായിട്ടുള്ളതാണ്. അപ്പൊ ഇൻ ഡീറ്റെയിൽ ആയിട്ട് നമ്മളുടെ ലേൺ വൈസ് എക്കോ സിസ്റ്റത്തിനെ കുറിച്ചിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അതേപോലെയുള്ള ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് റെഫർ എ ഫ്രണ്ട് ഇനീഷ്യേറ്റീവ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനെയോ റിലേറ്റീവ്സിനെയോ നിങ്ങൾക്ക് പരിചയമുള്ള ആരെ വേണമെങ്കിലും റെഫർ ചെയ്യാവുന്നതാണ്. അപ്പൊ അതിന്റെ കുറച്ച് ഡീറ്റെയിൽസ് എന്തൊക്കെയാന്നുള്ളതും നമ്മൾ പറഞ്ഞിരുന്നുണ്ട്. അടുത്തതാണ് റിഫ്ലക്ഷൻ ഓൺ എക്സാം എക്സ്പീരിയൻസസ്. നിങ്ങളുടെ എക്സാംസ് എഴുതി കഴിഞ്ഞ് നിങ്ങൾക്ക് ലേൺ വൈസ് ത്രൂ എന്തൊക്കെയാണ് നിങ്ങൾക്ക് ബെനിഫിറ്റ് ആയിട്ടുള്ളത്, എന്തൊക്കെയാണ് എക്സാംസിന് നിങ്ങൾക്ക് ബെനിഫിഷ്യൽ ആയിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ഫീഡ്ബാക്ക് നിങ്ങൾക്ക് ഷെയർ ചെയ്യാവുന്നതാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇതിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്ന് പറയുന്നത്. ഓക്കെ, സോ എ ക്വിക്ക് ഗ്ലിംസ് ഓഫ് ഇയർ 2 MA ഇംഗ്ലീഷ് കോഴ്സ് വർക്ക്. വൈ ദീസ് കോഴ്സസ്? സോ ആദ്യം തന്നെ നമ്മളുടെ ഫസ്റ്റ് ഇയർ നോളേജ്, ബിൽഡിംഗ് ഓൺ ഫസ്റ്റ് ഇയർ നോളേജ്. നെക്സ്റ്റ്, എക്സ്പ്ലോറിംഗ് സ്പെഷ്യലൈസേഷൻ ഇൻ ലിറ്ററേച്ചർ ആൻഡ് ലാംഗ്വേജ്. ആൻഡ് തേർഡ് വൺ ഈസ് ബ്രിഡ്ജിംഗ് തിയറി വിത്ത് പ്രാക്ടീസ്. ഇതിലൂടെ നമ്മൾ എന്താണ്, സെക്കൻഡ് ഇയറിനെ കുറിച്ചിട്ട് ഇൻ ഡീറ്റെയിൽ ആയിട്ട് പേപ്പേഴ്സിനെ കുറിച്ചിട്ടും ലേൺ വൈസ് ഇവിടെ പ്രൊവൈഡ് ചെയ്ത് തരുന്ന സെക്കൻഡ് ഇയർ MA ഇംഗ്ലീഷിന്റെ പേപ്പേഴ്സിനെ കുറിച്ചിട്ടൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. സോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നിങ്ങളുടെ ഫസ്റ്റ് ഇയറിൽ MA ഫസ്റ്റ് ഇയർ ഇംഗ്ലീഷ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്തിട്ടുള്ള മെന്റർ ആണ് മേഘ മാം. അപ്പൊ മേഘ മാം ഇവിടെ നമുക്ക് ജോയിൻ ചെയ്തിട്ടുണ്ട്. മാം ഇൻ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരും ഇയർ 2 MA ഇംഗ്ലീഷിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള പേപ്പേഴ്സ് ഏതൊക്കെയാണ് എന്നുള്ളതിനെ കുറിച്ചിട്ടും സ്റ്റഡി സ്ട്രാറ്റജീസിനെ കുറിച്ചിട്ടും ഒക്കെ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരും. അപ്പൊ ഇനി ഈ സെഷൻ ഞാൻ മേഘ മാമിന് ഹാൻഡ് ഓവർ ചെയ്യാണ്. മേഘ മാം. താങ്ക് യു ജയ്ഷ മാം. ഓക്കെ,
അപ്പൊ നമുക്ക് സെക്കൻഡ് ഇയറിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് മെയിൻ ആയിട്ട് നമ്മൾ ഫസ്റ്റ് ഇയറിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായിട്ട് നിങ്ങൾക്ക് ഈ ഒരു ഇതിൽ നിങ്ങൾക്ക് മെയിൻ ആയിട്ട് ലിംഗ്വിസ്റ്റിക്സ് അല്ലെങ്കിൽ ലാംഗ്വേജ് എന്നുള്ള ഒരു പേപ്പറാണ് മെയിൻ ആയിട്ട് വരുന്നത്. നമുക്കറിയാം ഫസ്റ്റ് ഇയറിലും സെക്കൻഡ് ഇയറിലും ഉള്ള വ്യത്യാസം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഫസ്റ്റ് ഇയറിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഓപ്ഷണൽ മോഡ്യൂൾസ് കുറെ വരുന്നുണ്ട് അല്ലെ. ഫസ്റ്റ് ഇയർ MA സെക്കൻഡ് ഇയർ MA കുറെ ഓപ്ഷണൽ മോഡ്യൂൾസ് വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ഫസ്റ്റ് ഇയറിൽ എടുത്ത ഓപ്ഷണൽ മോഡ്യൂൾ അല്ലാത്തൊരു മോഡ്യൂൾ ആയിരിക്കും നിങ്ങൾ സെക്കൻഡ് ഇയറിൽ എടുക്കുക. അപ്പൊ അതിന്റെ ഒപ്പം തന്നെ നിങ്ങൾക്ക് ടോട്ടൽ 4 പേപ്പേഴ്സിൽ ഒന്ന് നിങ്ങൾക്ക് കമ്പൽസറി പേപ്പർ ആയിരിക്കും. അപ്പൊ നമ്മുടെ സെക്കൻഡ് ഇയറിലെ മെയിൻ ആയിട്ട് വരുന്ന നിങ്ങളുടെ കമ്പൽസറി പേപ്പർ എന്ന് പറയുന്നത് ആസ്പെക്ട്സ് ഓഫ് ലാംഗ്വേജ് അല്ലെങ്കിൽ ലിംഗ്വിസ്റ്റിക്സിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു പേപ്പറാണ്. അപ്പൊ അതിനകത്ത് നിങ്ങൾക്ക് ഫോക്കസ് ഏരിയയിൽ മെയിൻ ആയിട്ട് വരുന്നത് ആ ഒരു പോർഷനിൽ നിന്ന് തന്നെയാണ് ലിംഗ്വിസ്റ്റിക്സ് ആൻഡ് ലാംഗ്വേജ് സ്റ്റഡീസ്. അതുപോലെ തന്നെ പിന്നെ നമുക്ക് ഞാൻ പറഞ്ഞു ഫസ്റ്റ് ഇയറിൽ ഇപ്പൊ നിങ്ങൾ ബ്രിട്ടീഷ് ലിറ്ററേച്ചർ എടുത്തവരായിരിക്കും അധികം പേരും. ആ ഒരു മോഡ്യൂൾ എടുത്തതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ബ്രിട്ടീഷ് ലിറ്ററേച്ചറിന്റെ അണ്ടറിൽ വരുന്ന ബ്രിട്ടീഷ് നോവൽ, പോയട്രി ആൻഡ് ഡ്രാമ എന്ന് പറയുന്ന ആ ഒരു 3 പേപ്പർ ആയിരിക്കും ഫസ്റ്റ് ഇയറിൽ അധികം പേരും പഠിച്ചിട്ടുണ്ടാവുക. അപ്പൊ അതല്ലാതെ എടുത്തവർക്ക് സെക്കൻഡ് ഇയറിലേക്ക് വരുമ്പോൾ ചിലപ്പോൾ ബ്രിട്ടീഷ് ലിറ്ററേച്ചർ ആയിരിക്കും. അല്ലാതെ ഫസ്റ്റ് ഇയറിൽ ഇനിയിപ്പോ ബ്രിട്ടീഷ് ലിറ്ററേച്ചർ എടുത്തവർക്കാണെങ്കിൽ സെക്കൻഡ് ഇയറിലേക്ക് വരുന്നത് നമ്മുടെ റൈറ്റിംഗ്സ് ഫ്രം ഇന്ത്യ എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷണൽ മോഡ്യൂൾ ആയിരിക്കും. സോ അതിനകത്ത് നിങ്ങൾക്ക് ഇന്ത്യൻ, ഇംഗ്ലീഷ് ആൻഡ് ട്രാൻസ്ലേറ്റഡ് ലിറ്ററേച്ചർ വർക്ക്സ് ആയിരിക്കും ഇതിനകത്ത് വരിക. സോ ഇങ്ങനെയാണ് നിങ്ങളെ സെക്കൻഡ് ഇയറിന്റെ ഫോക്കസ് ഏരിയ വരുന്നത്. ഇനി നമുക്ക് നമ്മളെ ലേൺ വൈസിൽ പ്രൊവൈഡ് ചെയ്യുന്ന പേപ്പേഴ്സിന്റെ ലിസ്റ്റ് നോക്കാം. സോ MA ഇംഗ്ലീഷ് സെക്കൻഡ് ഇയേഴ്സിൽ ഇവിടെ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് ഫസ്റ്റ് നിങ്ങൾക്ക് സെക്കൻഡ് ഇയറിലേക്ക് കമ്പൽസറി വരുന്ന പേപ്പർ ആയിട്ടുള്ള ആസ്പെക്ട്സ് ഓഫ് ലാംഗ്വേജ് എന്ന് പറയുന്ന പേപ്പറാണ്. അതിന്റെ ഫുൾ മെറ്റീരിയൽസ് അവൈലബിൾ ആണ്, വീഡിയോ ക്ലാസ്സസും ഗൈഡും ഒക്കെ അവൈലബിൾ ആണ്. പിന്നെ വരുന്നത് നിങ്ങൾക്ക് ബ്രിട്ടീഷ് ലിറ്ററേച്ചർ എന്ന് പറയുന്ന മൊഡ്യൂളിലെ ബ്രിട്ടീഷ് പോയട്രി എന്ന് പറയുന്ന ഒരു പേപ്പർ. അതിപ്പോ നിങ്ങൾ ഫസ്റ്റ് ഇയറിൽ എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതായിരിക്കില്ല വരുന്നുണ്ടാവുക. പിന്നെ നിങ്ങൾക്ക് ബ്രിട്ടീഷ് നോവൽ വരുന്നുണ്ട് MEG 03, പിന്നെ MEG 02 ബ്രിട്ടീഷ് ഡ്രാമ എന്ന് പറയുന്ന ഒരു പേപ്പർ വരുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് വരുന്നത് ബ്രിട്ടീഷ് ഇന്ത്യൻ റൈറ്റിംഗ്സ് ഫ്രം ഇന്ത്യ എന്ന് പറയുന്ന ആ ഒരു മോഡ്യൂളിന്റെ അണ്ടറിൽ വരുന്ന MEG 07 ഇന്ത്യൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എന്ന് പറയുന്ന ഒരു പേപ്പറും, പിന്നെ MEG 14 കണ്ടംപററി ഇന്ത്യൻ ലിറ്ററേച്ചർ ഇൻ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ എന്ന് പറയുന്ന ഒരു പേപ്പറും, പിന്നെ വരുന്നത് നിങ്ങൾക്ക് MEG 010 ഇംഗ്ലീഷ് സ്റ്റഡീസ് ഇൻ ഇന്ത്യ എന്ന് പറയുന്ന ഒരു പേപ്പറുമാണ്. സോ ഈ 3 പേപ്പറും റൈറ്റിംഗ്സ് ഫ്രം ഇന്ത്യയിൽ എന്നുള്ള ഒരു ഓപ്ഷണൽ മോഡ്യൂളിൽ നിന്ന് വരുന്നതാണ്. അപ്പൊ നിങ്ങൾ അതാണ് സെക്കൻഡ് ഇയറിൽ എടുത്തിട്ടുണ്ടെങ്കിൽ ഈ 3 പേപ്പർ ആയിരിക്കും നിങ്ങൾക്ക് സെക്കൻഡ് ഇയറിന് പഠിക്കാൻ വരുന്നത്. ഇതിന്റെ ഒക്കെ മെറ്റീരിയൽസ് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ക്ലാസ്സസും വീഡിയോ ലെസൺസും എല്ലാം അവൈലബിൾ ആണ്. പിന്നെ വരുന്നത് നിങ്ങൾക്ക് ഇപ്പൊ സെക്കൻഡ് ഇയറിൽ നിങ്ങൾക്ക് ആസ്പെക്ട്സ് ഓഫ് ലാംഗ്വേജ് അല്ലെങ്കിൽ കമ്പാരിറ്റീവ് ലിറ്ററേച്ചർ എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷൻ ഒരു കമ്പൽസറി പേപ്പറും വരുന്നുണ്ട്. നിങ്ങൾക്ക് ഇപ്പൊ ആസ്പെക്ട്സ് ഓഫ് ലാംഗ്വേജ് ആണ് നിങ്ങൾ എല്ലാവരും എടുത്തിട്ടുണ്ടാവുക. ഇനിയിപ്പോ യൂണിവേഴ്സിറ്റി നിങ്ങളുടെ ഇഗ്നോയിൽ നിങ്ങൾക്ക് കമ്പാരിറ്റീവ് ലിറ്ററേച്ചർ എന്ന് പറയുന്ന ഒരു പേപ്പറും കൂടി നിങ്ങൾക്ക് കമ്പൽസറി ഓറായിട്ട് ഓപ്ഷനിൽ വരുന്നുണ്ട്. അത് ആക്ച്വലി ഇവിടെ അതിന്റെ മെറ്റീരിയൽസ് മാത്രമേ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും എടുത്തിട്ടുണ്ടാവുക ആസ്പെക്ട്സ് ഓഫ് ലാംഗ്വേജ് ആയിരിക്കും. അതുകൊണ്ട് നമുക്കത് നോക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പൊ നിങ്ങളെ സെക്കൻഡ് ഇയറിന്റെ മെയിൻ പേപ്പർ ആയിട്ട് വരുന്ന ആസ്പെക്ട്സ് ഓഫ് ലാംഗ്വേജ് എന്ന് പറയുന്ന പേപ്പറാണ്. പേപ്പറിന്റെ കോഡ് വരുന്നത് MEG 04 ആണ്. കമ്പൽസറി കോഴ്സ് ആണ്. സോ ഇതിനകത്ത് ഞാൻ പറഞ്ഞു ആ ഒരു ലാംഗ്വേജ് റിലേറ്റഡ് ആയിട്ട് വരുന്ന ഒരു പേപ്പർ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് ലാംഗ്വേജ് സ്ട്രക്ചർ, എവല്യൂഷൻ ആൻഡ് പ്രാക്ടിക്കൽ യൂസേജ്. ലിംഗ്വിസ്റ്റിക്സ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഒരു സ്റ്റഡി ഓഫ് ലാംഗ്വേജ് ആണ്. അപ്പൊ ഇതിനകത്ത് നിങ്ങൾക്ക് മെയിൻ ആയിട്ടും ആ ഒരു ലാംഗ്വേജിന്റെ എവല്യൂഷൻ, പിന്നെ അതിന്റെ ഫോംസ്, സ്ട്രക്ചർ, അത് നമ്മൾ ഡെയിലി ലൈഫിൽ എങ്ങനെ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നു, അങ്ങനെയുള്ള കുറിച്ചിട്ടുള്ള കാര്യങ്ങളായിരിക്കും നിങ്ങൾക്ക് ഈ ഒരു പേപ്പറിനകത്ത് മെയിൻ ആയിട്ട് പഠിക്കേണ്ട വരിക. ആൻഡ് പിന്നെ ഫോണോളജി, മോർഫോളജി, സിന്റാക്സ്, സ്റ്റൈലിസ്റ്റിക്സ്, ഇതൊക്കെ നിങ്ങൾ കേട്ടുപരിചയമുള്ള പേരായിരിക്കും അല്ലെ. കുറെ കേട്ടുപരിചയമുള്ള വേർഡ്സ് ഒക്കെ ഉണ്ട്. അപ്പൊ ഫോണോളജി എന്താണെന്നും മോർഫോളജി എന്താണെന്നും ഒക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഈ പേപ്പറിനകത്ത് പഠിക്കും. അതുപോലെ തന്നെ ഇതിനകത്ത് വരുന്നത് എക്സാമിനിങ് ദ ഗ്ലോബൽ സ്പ്രെഡ് ആൻഡ് ഇമ്പാക്ട് ഓഫ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് എത്രത്തോളം നമ്മൾ ഗ്ലോബലി ഇമ്പാക്ട് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണെന്നുള്ളതിനൊക്കെ റിലേറ്റ് ചെയ്തിട്ട് ഈ പേപ്പറിനകത്ത് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. ഇമ്പോർട്ടൻസ്: എസെൻഷ്യൽ ഫോർ ലിംഗ്വിസ്റ്റിക്സ്, ടീച്ചിങ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ സ്റ്റഡീസ്, ബിൽഡ്സ് എ ഫൗണ്ടേഷൻ ഫോർ അഡ്വാൻസ്ഡ് റിസർച്ച് ഇൻ ലാംഗ്വേജ് സ്റ്റഡീസ്. സോ ഇതൊക്കെയാണ് ഈ ഒരു പേപ്പറിന്റെ ഇമ്പോർട്ടൻസ് ആയിട്ട് വരുന്നത്. ഇനി നമുക്ക് ഇതിനകത്ത് ഒരു ബ്ലോക്ക്, എത്ര ബ്ലോക്ക് വരുന്നുണ്ട്, ഈ ഒരു കോഴ്സിന്റെ ഒരു ഓവറോൾ ഒരു ഓവർവ്യൂ നമുക്ക് നോക്കാം. സോ ബ്ലോക്ക് 1 എന്ന് പറയുന്നത് വാട്ട് ഇസ് ലാംഗ്വേജ് എന്ന് പറയുന്ന ഒരു ബ്ലോക്കാണ്. സോ ഇതിനകത്താണ് നിങ്ങൾക്ക് ആ ഒരു ലാംഗ്വേജ് അല്ലെ ഇംഗ്ലീഷ് ലാംഗ്വേജിന്റെ ആ ഒരു എവല്യൂഷനും ബാക്കി കാര്യങ്ങളൊക്കെ വരുന്നത്. ആൻഡ് ബ്ലോക്ക് 2ലേക്ക് വരുന്ന സമയത്ത് ഹിസ്റ്ററി ഓഫ് ദ ഇംഗ്ലീഷ് ലാംഗ്വേജ് ആണ് വരുന്നത്. ആൻഡ് ബ്ലോക്ക് 3 എന്ന് പറയുന്നത് 2 പാർട്ടായിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഇംഗ്ലീഷ് ഫോണറ്റിക്സും
ആൻഡ് ഫോണോളജി എന്ന് പറഞ്ഞിട്ട് 2 പാർട്ടായിട്ടാണ് ബ്ലോക്ക് 3 നിങ്ങൾക്ക് പഠിക്കാൻ വരുന്നത്. ആൻഡ് ബ്ലോക്ക് 4ലേക്ക് വരുന്ന സമയത്ത് ഇംഗ്ലീഷ് മോർഫോളജി ആണ് പഠിക്കുന്നത്. ആൻഡ് ബ്ലോക്ക് 5ലേക്ക് വരുന്ന സമയത്ത് ഇംഗ്ലീഷ് സിൻടാക്സ്. ആൻഡ് ബ്ലോക്ക് 6 ആൻഡ് 7ലേക്ക് വരുന്നത് ലാംഗ്വേജ് ഇൻ യൂസ് ആണ്. ആൻഡ് ബ്ലോക്ക് 8ലേക്ക് വരുന്ന സമയത്ത് ദ സ്പ്രെഡ് ഓഫ് ഇംഗ്ലീഷ്. ആൻഡ് ബ്ലോക്ക് 9ലേക്ക് സ്റ്റൈലിസ്റ്റിക്സ്. ഇങ്ങനെയാണ് നിങ്ങളുടെ ഈ ഒരു പേപ്പറിന്റെ ബ്ലോക്ക് വൈസ് ഡിവിഷൻ വരുന്നത്. ഫുള്ളി നിങ്ങൾക്ക് ആ ഒരു ലാംഗ്വേജ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പേപ്പറാണ്. കംപ്ലീറ്റ്ലി നിങ്ങൾക്ക് ആ ഒരു ഇംഗ്ലീഷ് ലാംഗ്വേജ് എവല്യൂഷൻ പിന്നെ അതിന് റിലേറ്റഡ് ആയിട്ടുള്ള കുറെ കാര്യങ്ങളെ കുറിച്ചിട്ടാണ് ഈ ഒരു പേപ്പറിനകത്ത് മെയിൻ ആയിട്ട് പഠിക്കാനുണ്ടാവുക. ഇനി നിങ്ങളിപ്പോ മിക്ക പേരും ബ്രിട്ടീഷ് ലിറ്ററേച്ചർ എടുത്തിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ കേട്ട് പരിചയമുള്ള ഒരു പേപ്പർ ആയിരിക്കും ബ്രിട്ടീഷ് പോയട്രി. ബ്രിട്ടീഷ് ലിറ്ററേച്ചറിനകത്ത് തന്നെ വരുന്ന MEG 01 ബ്രിട്ടീഷ് പോയട്രി ആയിരിക്കും. ഇതിനകത്ത് ഫുള്ളും പോയിംസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ആൻഡ് ഇത് ആക്ച്വലി നിങ്ങൾക്ക് ഇതിന്റെ ഫോക്കസ് ഏരിയ എന്നൊക്കെ പറയുന്നത് ആ ഒരു പോയറ്റിക് മൂവ്മെന്റ്സ് ആൻഡ് ഹിസ്റ്റോറിക്കൽ കോണ്ടെക്ട്സ് ആണ്. ആൻഡ് അതുപോലെ തന്നെ ഇതിൽ മേജർ ആയിട്ട് നിങ്ങൾക്ക് പോയറ്റിക് ഫോംസ്, തീംസ് ആൻഡ് സ്റ്റൈലിസ്റ്റിക് ഇന്നോവേഷൻസ്, പോയട്രിയിലുള്ള തീംസും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു പേപ്പറിനകത്ത് മേജർ ആയിട്ട് പഠിക്കാനുണ്ടായിരുന്നത്. ആൻഡ് ഇതിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ആക്ച്വലി നിങ്ങൾക്ക് ആ ഒരു പോയട്രി അല്ലെങ്കിൽ ആ ഒരു പോയറ്റിക് ലിറ്ററേച്ചർ എന്നുള്ളതിനെ കുറിച്ച് കൂടുതലായിട്ടും അനലൈസ് ചെയ്യാനും അതിന്റെ ഏരിയാസിനെ കുറിച്ച് കൂടുതലും കവർ ചെയ്തുകൊണ്ടാണ് ഈ ഒരു പോയട്രി എന്നുള്ള ഒരു ബ്രിട്ടീഷ് പോയട്രി എന്ന് പറയുന്ന ഈ ഒരു പേപ്പറിൽ വരുന്നത്. ആൻഡ് ഇത് നിങ്ങൾക്ക് ആ ഒരു കൾച്ചറൽ ആൻഡ് ലിറ്റററി ഇൻസൈറ്റ്സും അതും നമുക്കറിയാം. ഇതിനകത്ത് നിങ്ങൾക്ക് ചോസർ തൊട്ട് മോഡേൺ പോയിറ്റ്സിനെ കുറിച്ച് വരെ പഠിക്കാനുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് പല ജനറേഷൻ അല്ലെങ്കിൽ പല കാലഘട്ടത്തിൽ ജീവിച്ചുകൊണ്ടിരുന്നിരുന്ന പോയറ്റ്സ് എങ്ങനെയൊക്കെയായിരുന്നു റൈറ്റിംഗ്സ് ഒക്കെ ഉണ്ടായിരുന്നത് അല്ലെങ്കിൽ അവരുടെ ഒരു റൈറ്റിംഗ് സ്റ്റൈൽസിനൊക്കെ കുറിച്ചിട്ട് നിങ്ങൾ കൂടുതലും അറിഞ്ഞതും ഈ ഒരു പോയട്രി അല്ലെങ്കിൽ ബ്രിട്ടീഷ് പോയട്രി എന്ന് പറയുന്ന ഈ ഒരു പേപ്പറിലൂടെയാണ്. ആൻഡ് ഇതിനകത്ത് ടോട്ടൽ ഓഫ് 10 ബ്ലോക്സ് ആണ് വരുന്നത്. ഫസ്റ്റ് ബ്ലോക്ക് പറയുന്നത് ഓറിയന്റേഷൻ ആൻഡ് ചോസർ ആണ്. അറിയാം ജെഫ്രി ചോസർ എന്നൊക്കെ പറയുന്നത് നമ്മളുടെ ആ ഒരു ലിറ്ററേച്ചറിൽ തന്നെ ഭയങ്കര ഒരു പില്ലേഴ്സ് ഒക്കെ ആയിട്ട് വരുന്ന കുറച്ച് പോയിറ്റ്സിൽ ഒരാളാണ് ചോസർ, സ്പെൻസർ. സോ ബ്ലോക്ക് 2ലേക്ക് വരുന്ന സമയത്ത് സ്റ്റഡി ഓഫ് സ്പെൻസർ ആണ്. ആൻഡ് ബ്ലോക്ക് 3ലേക്ക് വരുന്ന സമയത്ത് മെറ്റാഫിസിക്കൽ പോയിറ്റ്സ് ആണ്. മെറ്റാഫിസിക്സ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കുറേ കേട്ടിട്ടുള്ളതാണ്. മെറ്റാഫിസിക്കൽ കൺസീറ്റ്, മെറ്റാഫിസിക്കൽ പോയിറ്റ്സ്, ഇതൊക്കെ നമുക്ക് വളരെ എന്താ പറയാ പരിചയമുള്ള കേട്ടുപരിചയമുള്ള വാക്കുകളൊക്കെയാണ്. ആൻഡ് ബ്ലോക്ക് 4ലേക്ക് വരുന്ന സമയത്ത് വെരി ഫേമസ് മിൽട്ടന്റെ പോയിംസ് ആണ് നിങ്ങൾക്ക് ആ ബ്ലോക്ക് 4നകത്ത് പഠിക്കാനുണ്ടായിരുന്നത്. ആൻഡ് ബ്ലോക്ക് 5ലേക്ക് വരുന്ന സമയത്ത് നിയോ ക്ലാസിക്കൽ പോയറ്റ്സ്. ബ്ലോക്ക് 6ലേക്ക് വരുന്ന സമയത്ത് റൊമാൻറ്റിക് പോയട്രി, ഫസ്റ്റ് ജനറേഷൻ പോയിറ്റ്സ് ആണ് ഇതിനകത്ത് നിങ്ങൾക്ക് ഉണ്ടാവുക. ആൻഡ് ബ്ലോക്ക് 7ലേക്ക് വരുന്ന സമയത്ത് റൊമാൻറ്റിക് പോയട്രിയിൽ സെക്കൻഡ് ജനറേഷൻ പോയിറ്റ്സ് ആണ് വരുന്നത്. ബ്ലോക്ക് 8ലേക്ക് വരുന്ന സമയത്ത് വിക്ടോറിയൻ പോയട്രി ആണ്. ആൻഡ് ബ്ലോക്ക് 9 ആൻഡ് 10 മോഡേൺ ആൻഡ് പോസ്റ്റ് മോഡേൺ പോയിറ്റ്സിനെ കുറിച്ചിട്ടാണ് പഠിക്കാനുണ്ടായിരുന്നത്. സോ ഇങ്ങനെയായിരുന്നു നിങ്ങളെ ബ്രിട്ടീഷ് പോയട്രി എന്ന് പറയുന്ന ആ ഒരു പേപ്പറിന്റെ ബ്ലോക്ക് വൈസ് ഡിവിഷൻ ഉണ്ടായിരുന്നത്. ഇനി വരുന്നത് MEG 02 ബ്രിട്ടീഷ് ഡ്രാമ എന്ന് പറയുന്ന ഒരു പേപ്പറാണ്. ആൻഡ് ഇതും നിങ്ങൾക്കറിയാം ബ്രിട്ടീഷ് ലിറ്ററേച്ചർ എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷണൽ മൊഡ്യൂളിൽ വരുന്ന ഒരു പേപ്പർ ആയിരുന്നു ബ്രിട്ടീഷ് ഡ്രാമ എന്ന് പറയുന്നത്. സോ ഇതിനകത്ത് നിങ്ങൾക്ക് മെയിൻ ആയിട്ടും കുറെ ഡ്രാമാസ് ആണ് പഠിക്കാനുണ്ടായിരുന്നത്. സോ ഇതിൽ മെയിൻ ആയിട്ട് നിങ്ങൾക്ക് ആ ഒരു ഡ്രാമാറ്റിക് ടെക്നിക്സ്, തീംസ്, ഹിസ്റ്റോറിക്കൽ എവല്യൂഷൻ ഓഫ് ഡ്രാമാസ്, ഇതൊക്കെയായിരിക്കും നിങ്ങൾക്ക് മെയിൻ ആയിട്ട് ഇതിനകത്ത് നിന്ന് പഠിച്ചിട്ടുണ്ടാവുക. ആൻഡ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ക്ലാസിക്കൽ ആയിട്ടും അതുപോലെ തന്നെ മോഡേൺ ആയിട്ട് വരുന്ന ബ്രിട്ടീഷ് പ്ലേസും ഇതിനകത്ത് നിങ്ങൾക്ക് പഠിക്കാനുണ്ടായിരുന്നു. ഇനി വരുന്നത് നിങ്ങൾക്ക് ഇതിന്റെ ഇമ്പോർട്ടൻസ് ആണല്ലേ. അപ്പൊ നമുക്കറിയാം ഏതൊരു ഡ്രാമ നമ്മൾ എടുത്തു നോക്കുന്ന സമയത്തും ആ ഒരു ടൈമിൽ ഉണ്ടായിരുന്ന സൊസൈറ്റിയുടെ ഒരു റിഫ്ലക്ഷൻ ആയിട്ടാണ് നമ്മൾ അതിനെ കണക്കാക്കുന്നത് അല്ലെ. സോ ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഓഫ് സൊസൈറ്റൽ ഇഷ്യൂ ത്രൂ ഡ്രാമാറ്റിക് നറേറ്റീവ്. അപ്പൊ ഒരു ഡ്രാമ എടുത്ത് പഠിക്കുന്ന സമയത്ത് ആ ഒരു സോഷ്യൽ കോണ്ടെക്സ്റ്റ് എന്താണെന്നും കൂടി നമുക്ക് മനസ്സിലാക്കി തരാൻ പറ്റുന്ന പോലെ ആയിരിക്കും നമ്മൾ ഡ്രാമാസ് ഉണ്ടാവുക. സോ അതാണ് ഇതിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നതിലുള്ള മെയിൻ ആയിട്ട് വരുന്ന ഒരു കാര്യം. ആൻഡ് അതുപോലെ തന്നെ ഇറ്റ് പ്രിപ്പയർസ് ലേണേഴ്സ് ഫോർ ലിറ്റററി ക്രിറ്റിക് ആൻഡ് തിയറിറ്റിക്കൽ സ്റ്റഡീസ്. ഇനി നമുക്ക് ഇതിന്റെ ബ്ലോക്ക് വൈസ് ആയിട്ടുള്ള ഡിവിഷൻ ഒന്ന് നോക്കാം. സോ ഫസ്റ്റ് ബ്ലോക്ക് വരുന്നത് നിങ്ങൾക്ക് ഡോക്ടർ ഫോസ്റ്റേഴ്സ് എന്ന് പറയുന്ന ക്രിസ്റ്റഫർ മാർലോന്റെ വെരി ഫേമസ് ആയിട്ടുള്ള ഒരു ഡ്രാമയാണ്. ആൻഡ് ബ്ലോക്ക് 2 and 3ലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് വില്യം ഷേക്സ്പിയറിന്റെ ഡ്രാമാസ് ആയിരുന്നു പഠിക്കാനുണ്ടായിരുന്നത്. ബ്ലോക്ക് 4ലേക്ക് വരുന്ന സമയത്ത് ബെൻ ജോൺസിന്റെ ദ ആൽക്കമിസ്റ്റ് എന്ന് പറയുന്ന ഒരു ഡ്രാമയാണ്. ആൻഡ് അതുപോലെ തന്നെ ബ്ലോക്ക് 5ലേക്ക് വരുന്ന സമയത്ത് സിഞ്ചിന്റെ ദ പ്ലേ ബോയ് ഓഫ് ദ വെസ്റ്റേൺ വേൾഡ് എന്ന് പറയുന്ന ഒരു വർക്ക് ആയിരുന്നു പഠിക്കാനുണ്ടായിരുന്നത്. പിന്നെ നിങ്ങൾക്ക് ബെർണാഡ് ഷോന്റെ പിഗ്മാലിയൻ ഉണ്ടായി. അതുപോലെ തന്നെ ബ്ലോക്ക് 7ലേക്ക് വരുന്ന സമയത്ത് മർഡർ ഇൻ ദ കത്തീഡ്രൽ, T.S. എലിയറ്റിന്റെ വർക്ക് ആണ്. ആൻഡ് ബ്ലോക്ക് 8ലേക്ക് വരുന്ന സമയത്ത് ജോൺ ഓസ്ബോണിന്റെ ലുക്ക് ബാക്ക് ഇൻ ആങ്കർ എന്ന് പറയുന്ന ഒരു വർക്ക് ആയിരുന്നു ഉണ്ടായിരുന്നത്. ആൻഡ് ലാസ്റ്റ് ബ്ലോക്കിലേക്ക് നിങ്ങൾക്ക് സാമുവൽ ബെക്കറ്റിന്റെ വെയിറ്റിംഗ് ഫോർ ഗോഡോ എന്ന് പറയുന്ന ഒരു വർക്ക് ആയിരുന്നു ഉണ്ടായിരുന്നത്. സോ ഇതായിരുന്നു ഈ ഒരു പേപ്പറിന്റെ ഒരു ഓവറോൾ വ്യൂ എന്ന് പറയുന്നത്.
ആൻഡ് നെക്സ്റ്റ് പേപ്പറിലേക്ക് വരുന്ന സമയത്ത് ബ്രിട്ടീഷ് ലിറ്ററേച്ചറിലെ തേർഡ് പേപ്പർ ആയിട്ടുള്ള MEG03 ബ്രിട്ടീഷ് നോവൽ ആണ് വരുന്നത്. ആൻഡ് ഇതിനകത്ത് നിങ്ങൾക്ക് കുറെ നോവൽസ് ആണ് പഠിക്കാനുണ്ടായിരുന്നത്. ഓരോ ബ്ലോക്കും ഓരോ നോവലായിരുന്നു നിങ്ങൾക്ക് പഠിക്കാനുണ്ടായിരുന്നത് അല്ലെ. സോ ഫീൽഡിംഗ്, ഹെൻറി ഫീൽഡിംഗ് തൊട്ടിട്ട് കണ്ടംപററി റൈറ്റേഴ്സിന്റെ വരെ വർക്ക്സ് ഇതിനകത്ത് പഠിക്കാനുണ്ടായിരുന്നു. ആൻഡ് മേജർ ആയിട്ട് വരുന്ന തീംസ് സൊസൈറ്റി, ഐഡന്റിറ്റി ആൻഡ് മൊറാലിറ്റി ആയിരുന്നു ഇതിനകത്ത് മേജർ ആയിട്ടുണ്ടായിരുന്ന തീംസ്. ആൻഡ് ഈ ഒരു പേപ്പറിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ആ ഒരു ഹിസ്റ്റോറിക്കൽ ആൻഡ് കൾച്ചറൽ പെർസ്പെക്റ്റീവ്, ഫിക്ഷണൽ നറേറ്റീവ്സിലൂടെ നിങ്ങൾക്ക് ആ ഒരു ഹിസ്റ്റോറിക്കൽ ആൻഡ് കൾച്ചറൽ ഒരു ഇൻസൈറ്റ് നിങ്ങൾക്ക് തരും. അതുപോലെ തന്നെ നിങ്ങളുടെ ആ ഒരു ലിറ്റററി അനാലിസിസ്, അതുപോലെ തന്നെ സ്റ്റോറി ടെല്ലിങ്ങിനെയും കൂടി എൻഹാൻസ് ചെയ്തുകൊണ്ടായിരിക്കും നിങ്ങൾക്ക് ഈ ഒരു പേപ്പർ നിങ്ങളെ ഹെൽപ്ഫുൾ ചെയ്യുക. ആൻഡ് അതുപോലെ തന്നെ ഇതിന്റെ നിങ്ങൾക്ക് ആ ഒരു ഓവർവ്യൂ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ടോട്ടൽ ഓഫ് 9 ബ്ലോക്സ് ആണ് വരുന്നത്. ആൻഡ് ഇതിനകത്ത് ഫസ്റ്റ് ബ്ലോക്ക് വരുന്നത് ഹെൻറി ഫീൽഡിങ്ങിന്റെ ടോം ജോൺസ് എന്ന് പറയുന്ന ഒരു നോവലായിരുന്നു നമുക്ക് ഫസ്റ്റ് പഠിക്കാനുണ്ടായിരുന്നത്. ആൻഡ് ബ്ലോക്ക് 2ലേക്ക് വരുന്ന സമയത്ത് ജെയിൻ ഓസ്റ്റന്റെ പ്രൈഡ് ആൻഡ് പ്രെജുഡീസ് എന്ന് പറയുന്ന ഒരു വർക്ക് ആയിരുന്നു. ആൻഡ് ബ്ലോക്ക് 3ലേക്ക് വരുന്ന സമയത്ത് എമിലി ബ്രോണ്ടന്റെ വിതറിംഗ് ഹൈറ്റ്സ് ആയിരുന്നു പഠിക്കാനുണ്ടായിരുന്നത്. ആൻഡ് ബ്ലോക്ക് 4ലേക്ക് വരുന്ന സമയത്ത് ചാൾസ് ഡിക്കൻസിന്റെ ഗ്രേറ്റ് എക്സ്പെക്ടേഷൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ആൻഡ് ബ്ലോക്ക് 5ലേക്ക് ജോർജ് ഇലിയറ്റിന്റെ മിഡിൽ മാർച്ച് ആയിരുന്നു. ബ്ലോക്ക് 6ലേക്ക് വരുന്ന സമയത്ത് ജോസഫ് കോൺക്രേന്റെ ഹാർട്ട് ഓഫ് ഡാർക്ക്നെസ് എന്ന് പറയുന്ന ഒരു നോവലായിരുന്നു. ആൻഡ് ബ്ലോക്ക് 7ലേക്ക് ജെയിംസ് ജോയ്സിന്റെ പോർട്രേറ്റ് ഓഫ് ആർട്ടിസ്റ്റ് ആസ് എ യങ് മാൻ എന്ന് പറയുന്ന ഒരു വർക്ക് ആയിരുന്നു ഉണ്ടായിരുന്നത്. ആൻഡ് ബ്ലോക്ക് 8ലേക്ക് ഇ.എം. ഫോസ്റ്റന്റെ പാസേജ് ടു ഇന്ത്യ. ആൻഡ് ബ്ലോക്ക് 9ല് മുറിയൽ സ്പാർക്കിന്റെ പ്രൈം ഓഫ് മിസ് ജീൻ ബോഡി എന്ന് പറയുന്ന ഒരു വർക്ക് ആയിരുന്നു ഉണ്ടായിരുന്നത്. സോ ഇങ്ങനെയായിരുന്നു നിങ്ങളുടെ ബ്രിട്ടീഷ് നോവൽ എന്ന് പറയുന്ന ആ ഒരു പേപ്പറിന്റെ ബ്ലോക്ക് വൈസ് ഡിവിഷൻസ് വന്നിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്ക് നമ്മളുടെ റൈറ്റിംഗ്സ് ഫ്രം ഇന്ത്യ എന്ന് പറയുന്ന ഈ ഒരു മൊഡ്യൂളിന്റെ പേപ്പേഴ്സ് നോക്കാം. സോ ഫസ്റ്റ് വരുന്നത് MEG07 ഇന്ത്യൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ആണ്. സോ ഈ ഒരു മൊഡ്യൂളിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഫുള്ളും നമ്മളെ ഇന്ത്യൻ വർക്ക്സ് ആയിരിക്കും ഉണ്ടാവുക. ഇന്ത്യൻ വർക്ക്സ് ട്രാൻസ്ലേറ്റഡ് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത വർക്ക്സും അതുപോലെ തന്നെ ഇന്ത്യൻ ഓതേഴ്സ് എഴുതിയിട്ടുള്ള വർക്ക്സ് ആയിരിക്കും ഈ ഒരു മൊഡ്യൂളിനകത്ത് നിങ്ങൾക്ക് ഫുള്ളും പഠിക്കാനുണ്ടാവുക. അപ്പോൾ അത് നിങ്ങൾ ബ്രിട്ടീഷ് ലിറ്ററേച്ചർ ഇപ്പൊ എടുത്തിട്ടുള്ളതിൽ നിന്നുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ കുറച്ചും കൂടി റിലേറ്റബിൾ ആയിരിക്കും. കാരണം നമ്മളെ കൺട്രിയിൽ നിന്ന് വെച്ചിട്ട് എഴുതിയിട്ടുള്ള നമുക്ക് കുറച്ചും കൂടി ആ ഒരു സോഷ്യൽ ആൻഡ് കൾച്ചറൽ കോണ്ടെക്സ്റ്റ് അല്ലെങ്കിൽ ആ ഒരു ഇതൊക്കെ നമുക്ക് കുറച്ചും കൂടി റിലേറ്റബിൾ ആയിട്ട് തോന്നുകയും ചെയ്യും. സോ അതായിരിക്കും നിങ്ങൾക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് നിങ്ങൾക്ക് ഫസ്റ്റ് ഇയറിനെക്കാട്ടിലും കൂടുതലായിട്ട് ഇപ്പൊ സെക്കൻഡ് ഇയറിൽ റൈറ്റിംഗ്സ് ഫ്രം ഇന്ത്യ എന്ന് പറയുന്ന മൊഡ്യൂൾ എടുത്തിട്ടുള്ള ഒരു സ്റ്റുഡന്റിനാണെന്നുണ്ടെങ്കിൽ ഇത് കുറച്ചും കൂടി എന്താ പറയുക കുറച്ചും കൂടി ഈസി ആയിട്ട് നിങ്ങൾക്ക് തോന്നും. ആൻഡ് ഇതിന്റെ ഒരു ഫോക്കസ് എന്ന് പറയുന്നത് ട്രേസിംഗ് ദ എവല്യൂഷൻ ഓഫ് ഇന്ത്യൻ റൈറ്റിംഗ് ഇൻ ഇംഗ്ലീഷ്, എക്സാമിനിങ് തീംസ് ഓഫ് ഐഡന്റിറ്റി, ഇൻഡിപെൻഡൻസ് ആൻഡ് ട്രഡീഷൻ, ഇമ്പോർട്ടൻസ്, ഷോക്കേസസ് ഇന്ത്യസ് ലിറ്റററി ഡൈവേഴ്സിറ്റി ആൻഡ് കൾച്ചറൽ ഹെറിറ്റേജ്. നമുക്കറിയാം നമ്മുടെ ഇന്ത്യൻ വർക്ക്സ് ഒക്കെ എടുത്തു നോക്കുന്ന സമയത്ത് നമ്മളെ കൾച്ചറും അതുപോലെ തന്നെ ആ ഒരു ലിറ്ററേച്ചറും ഒക്കെ ഭയങ്കരമായിട്ടും റിഫ്ലക്ട് ചെയ്തുകൊണ്ട് നിൽക്കുന്ന വർക്ക്സ് ആയിരിക്കും നമ്മളുടെ ആ ഒരു ഇന്ത്യൻ ഓതേഴ്സ് എഴുതിയിട്ടുള്ള വർക്ക്സ്. അപ്പൊ മേജർ ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നതും ഈ ഒരു വർക്ക്സിൽ ഇതൊക്കെ തന്നെയാണ്. നമ്മുടെ ആ ഒരു കൾച്ചറൽ ഹെറിറ്റേജ് അല്ലെങ്കിൽ ആ ലിറ്റററി ഡൈവേഴ്സിറ്റി ആണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. നമ്മൾ കുറെ കൾച്ചർ, നമ്മളെ ഇന്ത്യയിൽ തന്നെ ഒരുപാട് ലാംഗ്വേജ് ഒരുപാട് ടൈപ്പ് കൾച്ചറൊക്കെ വരുന്ന ഒരു കൺട്രി ആണ് അല്ലെ. അപ്പൊ അതൊക്കെ കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് എല്ലായിടത്തുനിന്നും നിങ്ങൾക്ക് പഠിക്കാനുണ്ടാവും. ഇന്ത്യൻ എല്ലാ ഫ്രം നോർത്ത് ടു സൗത്ത് നിങ്ങൾക്ക് എല്ലാ വർക്കേഴ്സ് അല്ലെങ്കിൽ എല്ലാ ഓതേഴ്സിന്റെയും റൈറ്റിംഗ്സ് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. പ്രിപ്പയർസ് ലേണർ ഫോർ ഗ്ലോബൽ ഡിസ്കഷൻ ഓൺ പോസ്റ്റ് കൊളോണിയൽ ലിറ്ററേച്ചർ.
സോ ആഫ്റ്റർ കൊളോണിയലിസം, ആ ഒരു ബ്രിട്ടീഷ് റൂള് കഴിഞ്ഞ് വന്നിട്ടുള്ള ആ ഒരു ഇന്ത്യയുടെ ആ ഒരു അവസ്ഥ എന്തൊക്കെയാണെന്നും റിഫ്ലക്ട് ചെയ്യുന്ന ലിറ്ററേച്ചർ വർക്ക്സ് നിങ്ങൾക്ക് ഇതിനകത്ത് കാണാൻ പറ്റും. സോ നമ്മുടെ ഫസ്റ്റ് പേപ്പർ ആയിട്ടുള്ള ഇന്ത്യൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ MEG07ന്റെ ബ്ലോക്ക് വൈസ് ഡിവിഷൻ നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് നമുക്ക് ബ്ലോക്ക് 1 ഇതിനകത്ത് നോൺ ഫിക്ഷണൽ പ്രോസ് ആണ് ഇതിനകത്ത് വരുന്നത്. ആൻഡ് ബ്ലോക്ക് 2 വരുന്ന സമയത്ത് മുൾക്രാജ് ആനന്ദിന്റെ അൺടച്ചബിൾ എന്ന് പറയുന്ന ഒരു വർക്ക് ആണ് വരുന്നത്. ആൻഡ് ബ്ലോക്ക് 3 വരുന്ന സമയത്ത് രാജാറാവുവിന്റെ കാന്തപുര എന്ന് പറയുന്ന ഒരു വർക്ക് ആണ് വരുന്നത്. ആൻഡ് ബ്ലോക്ക് 4 അനിത ദേശായിന്റെ ക്ലിയർ ലൈറ്റ് ഓഫ് ഡേ എന്ന് പറയുന്ന ഒരു വർക്ക് ആണ് വരുന്നത്. ആൻഡ് ബ്ലോക്ക് 5 സൽമാൻ റഷ്ദിയുടെ മിഡ് നൈറ്റ്സ് ചിൽഡ്രൻ എന്ന് പറയുന്ന ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു വർക്ക് ആണ് വരുന്നത്. ആൻഡ് ബ്ലോക്ക് 6 to 8 നിങ്ങൾക്ക് കുറെ ഷോർട്ട് സ്റ്റോറീസും പോയട്രിയും ഡ്രാമയും ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. സോ ഇങ്ങനെയാണ് നിങ്ങളുടെ ആ ഒരു MEG07 എന്ന് പറയുന്ന ആ ഒരു പേപ്പറിന്റെ ഡിവിഷൻ വരുന്നത്. ഇനി MEG10, MEG10 എന്ന് പറയുന്നത് ഇംഗ്ലീഷ് സ്റ്റഡി ഇൻ ഇന്ത്യ ആണ്. ആൻഡ് ഇതിനകത്ത് നിങ്ങൾക്ക് ആ ഒരു ഹിസ്റ്ററി ആൻഡ് ചാലഞ്ചസ് ഓഫ് ഇംഗ്ലീഷ് ഇൻ ദ ഇന്ത്യൻ എഡ്യൂക്കേഷൻ സിസ്റ്റം. സോ നമുക്കറിയാം നമ്മളുടെ ആ ഒരു ലാംഗ്വേജ് ആയിരുന്നില്ല ഇംഗ്ലീഷ് എന്ന് പറയുന്നത്, ആ ഒരു ഫോറിൻ ലാംഗ്വേജ് ആണ്. ബ്രിട്ടീഷേഴ്സ് ഇങ്ങോട്ട് വന്ന് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ള ഒരു ലാംഗ്വേജ് ആണ്. അപ്പൊ അതിന്റെ ആ ഒരു ഹിസ്റ്ററി ആൻഡ് ചാലഞ്ചസ് ഓഫ് ഇംഗ്ലീഷ്, അതിന് റിലേറ്റഡ് ആദ്യമൊക്കെ വന്നിട്ടുള്ള കുറച്ച് ഇന്ത്യൻ അല്ലെങ്കിൽ ഒരു ഇംഗ്ലീഷ് വർക്ക്, ഇംഗ്ലീഷിൽ എഴുതിയിട്ടുള്ള ഇന്ത്യൻ ഓതേഴ്സിന്റെ കുറച്ച് വർക്ക്സും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഈ ഒരു മോഡ്യൂൾ അല്ലെങ്കിൽ ഈ ഒരു സെക്ഷനകത്ത് നിങ്ങൾക്ക് പഠിക്കാൻ വരുന്നത്, ഈ ഒരു പേപ്പറിനകത്ത് നിങ്ങൾക്ക് പഠിക്കാൻ വരുന്നത്. ആൻഡ് ഇറ്റ്സ് കോൺട്രിബ്യൂഷൻ ടു ദ ഗ്ലോബൽ ലിറ്ററേച്ചർ. നമ്മളുടെ ആ ഒരു ഇന്ത്യൻ കൾച്ചർ എന്ന് പറയുന്നത് ഗ്ലോബലി വേൾഡ് നോൺ ആക്കിയത് നമ്മളുടെ ആ ത്രൂ റൈറ്റിംഗ്സ് തന്നെയാണ് അല്ലെ. അപ്പൊ അത് എത്രത്തോളം നമ്മളെ ഒരു ഇന്ത്യൻ കൾച്ചറിനെ വേൾഡ് വൈഡ് നോൺ ആവാൻ വേണ്ടിയിട്ട് എത്രത്തോളം കോൺട്രിബ്യൂട്ട് ചെയ്തു എന്നുള്ളത് നമുക്ക് ഈ ഒരു വർക്കിലൊക്കെ കൂടെ കാണാൻ പറ്റും. ഇമ്പോർട്ടൻസ്: ഡെവലപ്സ് ക്രിട്ടിക്കൽ പെർസ്പെക്റ്റീവ് ഓൺ കൊളോണിയൽ ആൻഡ് പോസ്റ്റ് കൊളോണിയൽ എഡ്യൂക്കേഷൻ ആൻഡ് ഓൾസോ ഹൈലൈറ്റ്സ് ഇന്നോവേഷൻ ഇൻ ഇന്ത്യൻ ഇംഗ്ലീഷ് റൈറ്റിംഗ്. സോ MEG10ന്റെ ബ്ലോക്ക് വൈസ് ഡിവിഷൻ നമുക്ക് നോക്കാം. സോ ഇതിനകത്ത് ബ്ലോക്ക് 1 അകത്ത് ഇൻസ്റ്റിറ്റ്യൂഷണലൈസേഷൻ ഓഫ് ഇംഗ്ലീഷ് സ്റ്റഡീസ്, ബ്ലോക്ക് 2 വരുന്നത് ഏർലി ഇന്ത്യൻ ഇംഗ്ലീഷ് റൈറ്റിംഗ്, ബ്ലോക്ക് 3 എവല്യൂഷൻ ഓഫ് ഇന്ത്യൻ ഇംഗ്ലീഷ് നോവൽസ്, ബ്ലോക്ക് 4 to 8 ഡീകൊളോണൈസേഷൻ ആൻഡ് കാനൻസ്. സോ ഇപ്പൊ നമുക്ക് ഈ ഒരു ബ്ലോക്കിന്റെ ഒരു ഡിവിഷൻ എടുത്ത് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും ആ ഒരു ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഒരു ലാംഗ്വേജിന്റെ ഫ്രം ദ ബിഗിനിങ് ടു ദ ആ ഒരു എന്താ പറയുക ഒരു കൊളനൈസേഷന് ശേഷം വന്നിട്ടുള്ള ആ ഒരു ചേഞ്ചസും അല്ലെങ്കിൽ ആ ഒരു ഡീകൊളനൈസേഷന്റെ ടൈമിലൊക്കെ ഉണ്ടായിട്ടുള്ള ചേഞ്ചസും ആൻഡ് കാനോണിക്കൽ ആയിട്ടുള്ള വർക്ക്സിനെയും ബേസ് ചെയ്തിട്ടൊക്കെയാണ് നിങ്ങളുടെ ഈ ഒരു പേപ്പറിനകത്ത് മേജർ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. ആൻഡ് നെക്സ്റ്റ് പേപ്പർ വരുന്നത് MEG14 കണ്ടംപററി ഇന്ത്യൻ ലിറ്ററേച്ചർ ഇൻ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ. സോ ഇതിനകത്ത് നിങ്ങൾക്ക് മേജർ ആയിട്ട് നമ്മളുടെ ബാക്കിയുള്ള ഇംഗ്ലീഷിലല്ലാതെ നമ്മൾ ഇന്ത്യയിലുള്ള ലാംഗ്വേജസിൽ എഴുതിയിട്ടുള്ള വർക്ക്സിനെ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ളതൊക്കെയാണ് വരുന്നത്. അപ്പൊ നമുക്കറിയാം നമ്മുടെ ഇന്ത്യയിൽ ഒരുപാട് ലാംഗ്വേജസ് ഉണ്ട് അല്ലെ, ഹിന്ദി, തമിഴ്, ഇപ്പൊ നമ്മൾ സൗത്തിലേക്ക് തന്നെ വരുന്ന സമയത്ത് തമിഴ്, അതുപോലെ മലയാളം, അങ്ങനത്തെ കുറെ ലാംഗ്വേജിന്റെ നോർത്തിലേക്ക് വരുന്ന സമയത്ത് അങ്ങനെ കുറെ ലാംഗ്വേജസ് വരുന്ന ഒരു കൺട്രിയും കൂടിയാണ് നമ്മളുടെ ഇന്ത്യ എന്ന് പറയുന്നത്. സോ കുറെ ഓതേഴ്സും വരുന്ന ഒരു കൺട്രിയും കൂടിയാണ് അല്ലെ. സോ എല്ലാ ഓതേഴ്സിന്റെയും എല്ലാ ലാംഗ്വേജിലും വരുന്ന ഓതേഴ്സിന്റെയും വർക്ക്സ് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത്, ഒറിജിനലി ഇപ്പൊ മലയാളത്തിലും തമിഴിലും തെലുങ്കിലും ഹിന്ദിയിലും ഒക്കെ എഴുതിയിട്ടുള്ള വർക്ക്സ് ആയിരിക്കും അത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. സോ ആ വർക്ക്സ് ആണ് നിങ്ങൾക്ക് ഈ ഒരു പേപ്പറിനകത്ത് കണ്ടംപററി ഇന്ത്യൻ ലിറ്ററേച്ചർ ഇൻ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ എന്ന് പറയുന്ന ഈ ഒരു പേപ്പറിനകത്ത് നിങ്ങൾക്ക് പഠിക്കാൻ വരുന്നത്. സോ ഇതിന്റെ മെയിൻ ഫോക്കസ് ഏരിയ എന്ന് പറയുന്നത് റീജിയണൽ ഡൈവേഴ്സിറ്റി ത്രൂ ട്രാൻസ്ലേഷൻ ആൻഡ് ഇതിനകത്ത് തീംസ് ഓഫ് സോഷ്യൽ ചേഞ്ച്, റെസിസ്റ്റൻസ് ആൻഡ് ഐഡന്റിറ്റി ആണ് വരുന്നത്. ആൻഡ് ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ആക്ച്വലി ബ്രിഡ്ജ് ലിംഗ്വിസ്റ്റിക് ഡിവൈഡ്സ് ഇൻ ഇന്ത്യൻ ലിറ്ററേച്ചർ. അതായത് നമുക്കറിയാം കുറെ ലാംഗ്വേജ് വരുന്നത് കൊണ്ട് തന്നെ ആ ഒരു ഡിവിഷൻ മാറ്റാൻ വേണ്ടി നമുക്കിപ്പോ വേറെ ഒരു ലാംഗ്വേജ് അല്ലെങ്കിൽ വേറൊരു കൾച്ചർ എന്താണെന്ന് നമുക്ക് അറിയണം എന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും കോമൺ ആയിട്ട് അറിയുന്ന ഒരു ലാംഗ്വേജ് ആണ് ഇംഗ്ലീഷ്. അപ്പൊ അത് ആ ഒരു ലാംഗ്വേജിൽ എഴുതിയിട്ടുള്ള ഒരു വർക്ക് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തത് നമ്മൾ വായിക്കുന്ന സമയത്ത് കുറച്ചും കൂടി നമുക്ക് ആ ഒരു കൾച്ചറിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ നമുക്ക് ഹെൽപ്ഫുൾ ആണ്. കാരണം ഇപ്പൊ എല്ലാവർക്കും തമിഴും എല്ലാവർക്കും ഹിന്ദി അറിയണമെന്നൊന്നുമില്ല. അത് നേരെ അവരൊരു ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ള ഒരു വർക്ക് ആണെങ്കിൽ നമ്മൾ അത് വായിക്കുന്ന സമയത്ത് നമുക്ക് കുറച്ചും കൂടി റിലേറ്റ് ചെയ്യാൻ പറ്റില്ലേ. സോ അതുകൊണ്ടാണ് ഈ ഒരു വർക്ക്സ് ഇത്രത്തോളം ഇമ്പോർട്ടന്റ് ആവുന്നത്. ആൻഡ് ഓൾസോ എൻകറേജസ് ക്രോസ് കൾച്ചറൽ ലിറ്റററി അപ്രീസിയേഷൻ. ആൻഡ് ഇതിന്റെ ബ്ലോക്ക് വൈസ് ഡിവിഷൻ ഒന്ന് നമുക്ക് നോക്കാം. കോഴ്സ് കോണ്ടന്റ് ഓവർവ്യൂ, ബ്ലോക്സ് 1 to 3 ഇതിനകത്ത് മേജർ ആയിട്ട് വരുന്ന നോവൽസ് ആണ്. ആൻഡ് ബ്ലോക്സ് 4 to 5 ഷോർട്ട് സ്റ്റോറീസ് ആണ്. ആൻഡ് ബ്ലോക്ക് 6 വരുന്ന സമയത്ത് പോയട്രി ആണ്. ആൻഡ് ഓരോ ബ്ലോക്കിനകത്ത് നിങ്ങൾക്ക് കുറച്ച് നോവൽസും
ഇപ്പൊ ഷോർട്ട് സ്റ്റോറീസിന്റെ സെക്ഷനിലേക്ക് വരുന്ന സമയത്തും കുറെ ഷോർട്ട് സ്റ്റോറീസും, പോയട്രി ബ്ലോക്ക് 6ലേക്ക് വരുന്ന സമയത്ത് പോയട്രി ആണ്. അതിനകത്ത് നിങ്ങൾക്ക് കുറെ ലാംഗ്വേജിൽ വരുന്ന പോയട്രി ഒക്കെ പഠിക്കാനുണ്ടാവും. ഈവൻ നമ്മുടെ മലയാളത്തിലുള്ള അയ്യപ്പ പണിക്കരുടെ പോയട്രി ഒക്കെ നമുക്ക് അതിനകത്ത് പഠിക്കാനുണ്ടാവും. ആൻഡ് ബ്ലോക്ക് 7ലേക്ക് വരുന്ന സമയത്ത് ഡ്രാമാസ് ആണ്. പല ലാംഗ്വേജിലും എഴുതിയിട്ടുള്ള, നമ്മുടെ ഇന്ത്യൻ ലാംഗ്വേജസിൽ പലതിലും എഴുതിയിട്ടുള്ളത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ള ഡ്രാമാസ് ഉണ്ടാവും അതിനകത്ത്. ആൻഡ് ബ്ലോക്ക് 8ലേക്ക് വരുന്ന സമയത്ത് നോൺ ഫിക്ഷൻ വർക്ക്സ് ആയിരിക്കും ഉണ്ടാവുക. സോ ഇങ്ങനെയാണ് ഈ ഒരു ട്രാൻസ്ലേഷന്റെ പേപ്പർ നിങ്ങൾക്ക് മെയിൻ ആയിട്ടും ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. സോ അതാണ് നിങ്ങൾക്ക് പഠിക്കാൻ സെക്കൻഡ് ഇയറിലേക്ക് പഠിക്കാൻ വരുന്ന നിങ്ങൾക്ക് റൈറ്റിംഗ്സ് ഫ്രം ഇന്ത്യ എന്ന് പറയുന്ന ഒരു ഓപ്ഷണൽ മൊഡ്യൂളിൽ മേജർ ആയിട്ട് പഠിക്കാൻ വരുന്നത്. ഇനി നമുക്ക് സ്ട്രാറ്റജിക് സ്റ്റഡി പ്ലാനിങ് നോക്കാം. സോ നിങ്ങൾ ഏറ്റവും കൂടുതൽ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് നിങ്ങൾക്ക് എക്സാം എപ്പോഴൊക്കെയാണ് വരുന്നത്, അതുപോലെ തന്നെ അസൈൻമെന്റിന്റെ ഡെഡ് ലൈൻസ്. ഇപ്പോ ജാൻ ബാച്ചിൽ വരുന്ന ഒരു സ്റ്റുഡന്റിനാണെന്നുണ്ടെങ്കിൽ എക്സാം വരുന്നത് ഡിസംബറിലായിരിക്കും. ആൻഡ് അതുപോലെ തന്നെ നിങ്ങൾ അസൈൻമെന്റ് വെക്കേണ്ട വരിക ഒരു സെപ്റ്റംബറിൽ അവസാനം ഒക്കെ വെച്ചിട്ടായിരിക്കും. ആൻഡ് അതുപോലെ തന്നെ ഒരു ജൂലൈ ബാച്ചിൽ വരുന്ന ഒരു സ്റ്റുഡന്റിനാണെങ്കിൽ ജൂണിലായിരിക്കും എക്സാം വരിക. ആൻഡ് അസൈൻമെന്റ്സ് വെക്കേണ്ട വരിക ഒരു മാർച്ച് അവസാനമായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ഒരു പ്രോപ്പർ ഒരു പ്ലാനിങ് ഉണ്ടാവണം. എപ്പോഴാണ് എക്സാം വരുന്നത്, എപ്പോഴാണ് അസൈൻമെന്റ്സ് വെക്കുന്നത്, ആൻഡ് അതിനനുസരിച്ചിട്ട് വേണം നിങ്ങൾ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് അറിയാം, നിങ്ങളുടെ ഈ കോണ്ടന്റ് ഇപ്പൊ നിങ്ങൾക്ക് 4 പേപ്പേഴ്സേ ഉള്ളൂ എന്ന് പറഞ്ഞാലും ഓരോന്നിനകത്തും കുറെ ബ്ലോക്കുകളും ഓരോ ബ്ലോക്കിനകത്തും ഇഷ്ടംപോലെ യൂണിറ്റ്സും വരുന്നുണ്ടെന്ന് അറിയാം. അപ്പൊ MA എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾക്ക് അത്യാവശ്യം നല്ല രീതിക്ക് പഠിക്കാനുണ്ടാവും. ഫസ്റ്റ് ഇയറിനേക്കാളും കൂടുതൽ കോണ്ടന്റ് ചിലപ്പോൾ സെക്കൻഡ് ഇയറിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് പഠിക്കാനുണ്ടാവും. അപ്പൊ അതിനനുസരിച്ച് നിങ്ങൾ ആ ഒരു നിങ്ങളുടെ കോഴ്സ് ഓവറോൾ ഒരു കോഴ്സ് നിങ്ങൾ ബ്രേക്ക് ചെയ്ത് ഇത്ര ഗോളായിട്ട് നിങ്ങൾ കീപ്പ് ചെയ്യണം. ഇത്ര പോർഷൻ ഇത്ര ടൈമിന്റെ ഉള്ളിൽ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിരിക്കണം എന്നുള്ള ഒരു പ്രോപ്പർ ഗോൾ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാവണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അതൊരു കറക്റ്റ് ടൈമിൽ നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്ത് പാസ് ആവാനുള്ള അത്രയും പ്രിപ്പറേഷനുള്ള ടൈം ഉണ്ടാവുള്ളൂ. അപ്പൊ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജിക് സ്റ്റഡി പ്ലാനിങ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ടൈം മാനേജ്മെന്റ് ആൻഡ് കൺസിസ്റ്റൻസി. സോ നിങ്ങൾ ആ ഒരു ടൈം ഷെഡ്യൂൾ ചെയ്ത് വെക്കണം. എപ്പോഴൊക്കെ പഠിക്കാനിരിക്കണം, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ടഫായിട്ട് വരുന്ന പേപ്പറിന് ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുക എന്നുള്ള. ചിലർക്ക് എളുപ്പമായിട്ടുള്ള പേപ്പേഴ്സ് ചിലർക്ക് ടഫായിട്ട് വരാം, ചിലർക്ക് ടഫായിട്ടുള്ളവർക്ക് ചിലർ എളുപ്പമായിട്ടും വരാം. സോ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് എങ്ങനെയാണോ, ഏത് പേപ്പറിനാണോ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ടൈം വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ അതുപോലെ ടൈം മാനേജ് ചെയ്ത് പഠിക്കാം. അതുപോലെ തന്നെ കൺസിസ്റ്റന്റ് ആയിട്ട് നിങ്ങൾക്ക് പഠിച്ചുകൊണ്ടിരിക്കുക. അതായത് നിങ്ങൾക്ക് കുറെ വായിക്കാനുണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് ഇത്രയും യൂണിറ്റ്സും ബ്ലോക്കും ഒക്കെ വരുന്ന വലിയ വലിയ പേപ്പേഴ്സ് ആയതുകൊണ്ട് തന്നെ ലാസ്റ്റ് മിനിറ്റിൽ നിങ്ങൾ ഇരുന്ന് പോർഷൻസ് കംപ്ലീറ്റ് ചെയ്യാന്ന് വെച്ചാൽ നിങ്ങൾക്ക് നടക്കില്ല. കാരണം ആ ഒരു ബ്ലോക്ക് തന്നെ വായിച്ചു വരുമ്പോൾ ചിലപ്പോൾ നമുക്ക് കംപ്ലീറ്റ്ലി ഒരു 2 ദിവസമൊക്കെ വേണ്ടി വരും. കാരണം നമുക്ക് അത്രയും പോർഷൻസ് വരുന്നുണ്ട് വായിക്കാൻ. ഇപ്പൊ ലിറ്ററേച്ചർ പേപ്പേഴ്സ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് വായിക്കാനും വരുന്നുണ്ടാവും. അപ്പൊ നിങ്ങൾ ലാസ്റ്റ് മിനിറ്റ് അല്ലെങ്കിൽ 2 ദിവസം എക്സാമിന്റെ 2 ദിവസം മുന്നേ ബുക്ക് എടുത്ത് വായിച്ച് തീർക്കാം എന്നുള്ള പോലെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ പോർഷൻ തീരൂല എന്ന് ഇപ്പൊ ഫസ്റ്റ് ഇയർ കഴിഞ്ഞ ഒരാൾക്ക് ആയാലും മനസ്സിലായിട്ടുണ്ടാവും. അപ്പൊ ഒരു കൺസിസ്റ്റന്റ് ആയിട്ട് ഇപ്പൊ ഡെയിലി ഒരു 1 or 2 hours ആയാലും മതി. അപ്പൊ അത് കൺസിസ്റ്റന്റ് ആയിട്ട് നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുക. സെൽഫ് കെയർ ആൻഡ് മൈൻഡ് സെറ്റ്. ഏറ്റവും കൂടുതൽ നിങ്ങൾ നിങ്ങളുടെ ആ ഒരു മെന്റൽ ഹെൽത്ത് ശ്രദ്ധിക്കണം. നിങ്ങൾ എക്സാമിന്റെ ടൈം ആകുമ്പോൾ കുറെ റഷ് ചെയ്ത് പഠിച്ചിട്ട് ടൈം ഇല്ലാതെ കുറെ ടെൻഷൻ ആവുന്നതിനെക്കാട്ടിലും നല്ലത് നിങ്ങൾ ഒരു ബാലൻസ് കീപ്പ് ചെയ്ത് പഠിക്കുക. നിങ്ങൾ ബ്രേക്ക് എടുക്കുക, അതുപോലെ തന്നെ എക്സസൈസ് ചെയ്യുക, നല്ല നല്ല ഹോബീസ് ഉണ്ടായിരിക്കുക, വായിക്കുക. നിങ്ങൾക്ക് നമ്മളുടെ ലിറ്ററേച്ചർ പേപ്പേഴ്സിനകത്തുള്ളത് മാത്രമല്ലാതെ എക്സ്ട്രാ റീഡിങ് എപ്പോഴും നടത്താം. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ആ ഒരു SLM മാത്രം സ്റ്റിക്ക് ഓൺ ചെയ്യാതെ എക്സ്ട്രാ റിസർച്ച് ചെയ്ത് പഠിക്കാനും നിങ്ങൾക്ക് സ്വന്തമായിട്ട് നോട്ട്സ് പ്രിപ്പയർ ചെയ്തിട്ടൊക്കെ പഠിക്കാം. സോ അതിന് നിങ്ങൾ ഏറ്റവും കൂടുതൽ ചെയ്യേണ്ട എന്താ, വായിക്കുക. അപ്പൊ നിങ്ങളെ ഹോബീസിൽ ഒന്നായിരിക്കണം നന്നായി വായിക്കുക എന്നുള്ളത്. മാക്സിമം നിങ്ങൾക്ക് പഠിക്കാനുള്ള വർക്ക്സിന് എക്സ്ട്രാ റീഡിംഗ് ഒക്കെ നടത്തിയിട്ട് നിങ്ങൾക്ക് ആ ഒരു എക്സാം ആവുന്ന സമയത്ത് നിങ്ങളുടെ കയ്യിൽ ഒരുപാട് കോണ്ടന്റ് ഉണ്ടായിരിക്കുക. ഏതൊരു ക്വസ്റ്റ്യൻ കിട്ടിയാലും നിങ്ങൾക്ക് ഇപ്പൊ അതിനെ കുറിച്ച് ഡീപ്പായിട്ട് അറിയില്ലെങ്കിൽ തന്നെ നിങ്ങൾക്ക് എഴുതാനുള്ള എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് ഉള്ള ഒരു കോൺഫിഡൻസ് നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടായിരിക്കുക. അതുപോലെ തന്നെ പ്രാക്ടീസ് സ്ട്രെസ് മാനേജ്മെന്റ് ടെക്നിക്സ്. അതുപോലെ മൈൻഡ്ഫുൾനെസ്, ഷോർട്ട് നാപ്സ് ഒക്കെ. പഠിത്തത്തിനുള്ളിൽ കണ്ടിന്യൂസ് ആയിട്ട് കുറേ നേരം ഇരുന്ന് പഠിക്കാതെ ഒരു ചെറിയ നാപ്പ് എടുക്കുക, അല്ലെങ്കിൽ കുറച്ചു നേരം നടക്കുക, അല്ലെങ്കിൽ മൈൻഡ് എപ്പോഴും ഫ്രഷ് ആയിട്ട് വെക്കുക. ഇതൊക്കെയാണ് നിങ്ങൾ ആ ഒരു സ്റ്റഡി പ്ലാനിലൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. ഇനി ലേൺ വൈസ് എക്കോസിസ്റ്റത്തിനെ കുറിച്ച് പറയാം. സോ സ്റ്റുഡൻസിനെ എത്രത്തോളം ലേൺ വൈസ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് നിങ്ങളെ പഠിക്കാൻ വേണ്ടി, നിങ്ങൾക്ക് ഒരു നല്ലൊരു സ്കോർ കിട്ടാൻ വേണ്ടി നമ്മൾ എന്തൊക്കെ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നുണ്ട് എന്നുള്ളതിന്റെ ഒരു ഓവർവ്യൂ നോക്കാം നമുക്ക്. റെക്കോർഡഡ് ആൻഡ് ലൈവ് വീഡിയോ ലെക്ചേഴ്സ്,
അപ്പൊ അറിയാം നിങ്ങൾക്ക് കുറെ റെക്കോർഡഡ് ആയിട്ടും അതുപോലെ തന്നെ ലൈവ് ക്ലാസ്സസും അതിന്റെ റെക്കോർഡഡ് നിങ്ങൾക്ക് ആപ്പിനകത്ത് വരുന്നുണ്ട്. നിങ്ങൾക്ക് എപ്പോ വേണമെങ്കിലും എവിടെ വേണമെങ്കിലും ഇരുന്നിട്ട് ക്ലാസ്സസ് ഒക്കെ കാണാം. അതുപോലെ തന്നെ വാല്യൂ ആഡഡ് നോട്ട്സ് നിങ്ങൾക്ക് നമ്മൾ SLM ഭയങ്കര ലെങ്തി ആണെന്ന് അറിയാം. സോ നിങ്ങൾക്ക് എക്സാമിന്റെ തലേന്ന് ഇപ്പൊ എല്ലാം വായിച്ചു കഴിഞ്ഞാലും എക്സാമിന്റെ തലേന്നൊക്കെ കൂടി ഒന്നും കൂടി എടുത്ത് വായിക്കാൻ ടൈം ഉണ്ടാവില്ല. അപ്പൊ നിങ്ങൾ ഏറ്റവും ഹെൽപ്പ് ചെയ്യാൻ പോകുന്നത് വാല്യൂ ആഡഡ് നോട്ട്സ് അല്ലാന്നുണ്ടെങ്കിൽ നമ്മളെ ഷോർട്ട് നോട്ട്സ്. അപ്പൊ അത് നിങ്ങൾക്ക് ലേൺ വൈസിൽ നിന്ന് തരുന്ന ഒരു ബെനിഫിറ്റ് ആണ്. അതുപോലെ തന്നെ എക്സാം പീഡിയ ആൻഡ് എക്സാം സ്പെഷ്യൽ ഗൈഡ്സ്, എക്സാമിന്റെ ടൈം ആകുമ്പോൾ നിങ്ങൾക്ക് എക്സാം സ്പെഷ്യൽ ഗൈഡ്സ് ഒക്കെ റിലീസ് ചെയ്യും. അപ്പൊ നിങ്ങൾ അത് വെച്ചിട്ടൊക്കെ പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കുറച്ചും കൂടി മാർക്സ് സ്കോർ ചെയ്യാൻ പറ്റും അല്ലെ. അതുപോലെ തന്നെ അസൈൻമെന്റ് ആൻസർ ഗൈഡ് ബുക്സ്, നിങ്ങൾക്ക് അസൈൻമെന്റ്സിന് നിങ്ങൾക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ട് വരുന്നതാണ് ഗൈഡ് ബുക്ക്. അസൈൻമെന്റ്സ് ഒക്കെ എഴുതുന്ന സമയത്ത് നിങ്ങൾക്ക് ഗൈഡ് ബുക്ക് റെഫർ ചെയ്തിട്ടും എക്സ്ട്രാ റിസർച്ച് ഒക്കെ ചെയ്തിട്ടും എഴുതാൻ വേണ്ടിയിട്ട് ഹെൽപ്ഫുൾ ആയിട്ട് വരുന്ന ഒന്നാണ് അസൈൻമെന്റ് ഗൈഡ് ബുക്ക്. പിന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ്. അപ്പൊ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് അറിയാം പ്രീവിയസ് ഇയറിൽ നിന്ന് റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ നമ്മളുടെ എക്സാമിന് ചോദിക്കാറുണ്ട് അല്ലെ. അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് കൂടുതലായിട്ടും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇപ്രാവശ്യം നിങ്ങൾ ഫസ്റ്റ് ഇയറിന്റെ എക്സാം എഴുതിയിരിക്കുന്നവർക്കൊക്കെ അറിയാം ആ ഒരു എക്സാമിന്റെ ടൈം ഒക്കെ ആകുമ്പോഴത്തേക്കും ആ ഒരു അൾട്ടിമേറ്റ് അനാലിസിസ് എന്ന് പറഞ്ഞിട്ടുള്ള വീഡിയോസ് ഒക്കെ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഒരുപാട് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടായിരുന്നു എന്ന് നിങ്ങൾ തന്നെ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞിട്ടുണ്ട്. സോ അതെന്ന് പറയുന്നത് ലേൺ വൈസിലുള്ള സ്റ്റുഡൻസിന് നമ്മൾ കൊടുക്കുന്ന ഒരു ബെനിഫിറ്റ് ആണ്. ആൻഡ് ഇഗ്നോ മോഡൽ എക്സാംസ്, നമ്മൾ ഇവിടുന്ന് മോഡൽ എക്സാംസ് കണ്ടക്ട് ചെയ്യാറുണ്ട്. അപ്പോൾ മുന്നേ ഇഗ്നോ എക്സാം ഒന്നും എഴുതാത്ത സ്റ്റുഡൻസിന് കുറച്ചും കൂടി കൂടുതലായിട്ടും എക്സാം എങ്ങനെ ഫേസ് ചെയ്യണമെന്നും പിന്നെ ഒരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മൾ ഹെൽപ്ഫുൾ ആവാറുണ്ട്. ഇഗ്നോ എക്സാം ഹെൽപ്പ് ഡെസ്ക്, നിങ്ങൾക്ക് എന്ത് ഹെൽപ്പ് വേണമെങ്കിലും ഇവിടുന്ന് നമുക്ക് അതിനുള്ള സപ്പോർട്ടും കാര്യങ്ങളും ഉണ്ട്. ആൻഡ് അതുപോലെ തന്നെ വർക്ക് ബുക്സ് ആൻഡ് ആൻസർ ഫയൽസ് ആൻഡ് ഹാപ്പിനെസ് അംബാസിഡർ. ഇപ്പൊ നിങ്ങൾക്ക് മൈൻഡ് ഓക്കെ അല്ലെങ്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു എന്താ പറയുക ഒരു സ്മോൾ കൗൺസിലിംഗ് സെഷൻ പോലെയൊക്കെ അറ്റൻഡ് ചെയ്ത് നിങ്ങൾ ആ ഒരു ബാക്ക് ടു സ്റ്റഡീസ് എന്നുള്ള പോലെ കൊണ്ടുവരാൻ ഹെൽപ്പ് ചെയ്യുന്ന നമ്മളുടെ ഹാപ്പിനെസ് അംബാസിഡേഴ്സും നമുക്ക് ഇവിടെ ഉണ്ട്. സോ ഇതാണ് നമ്മൾ ആ ഒരു ലേൺ വൈസിന്റെ എക്കോസിസ്റ്റം എന്ന് അല്ലെങ്കിൽ നമ്മുടെ ഒരു സ്ട്രെങ്ത് എന്ന് പറഞ്ഞിട്ട് വരുന്ന കുറച്ച് കാര്യങ്ങൾ. നെക്സ്റ്റ് റെഫർ എ ഫ്രണ്ട് ഇനീഷ്യേറ്റീവ്. സോ ഇത് ആക്ച്വലി നിങ്ങളിപ്പോൾ ലേൺ വൈസിലെ സ്റ്റുഡന്റ് ആണ്. അപ്പൊ നിങ്ങൾക്ക് ഇഗ്നോയില് അഡ്മിഷൻ എടുക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഫ്രണ്ട്സോ ഫാമിലീസോ ഒക്കെ ഉണ്ടാവും അല്ലെ. സോ അവരുടെ അടുത്ത് നിങ്ങൾ നിങ്ങളുടെ ഈ ലേൺ വൈസിനെ കുറിച്ച് പറഞ്ഞു ഇപ്പൊ അവരിവിടെ ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മളെ കയ്യിൽ നിന്ന് 1000 rupees റെഫറൽ ആയിട്ടുള്ള ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള റെഫറലിന് 1000 rupees അതുപോലെ തന്നെ ആ റെഫേർഡ് ആയിട്ട് വരുന്ന ഫ്രണ്ടിന് നിങ്ങൾ ആരെയാണോ റെഫർ ചെയ്ത് ആ ജോയിൻ ചെയ്യുന്ന ആ ഒരു ലേണറിന് അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു സ്റ്റുഡന്റ് നിങ്ങളുടെ ആ ഒരു ഫ്രണ്ടിന് അവർ ഫാമിലിക്ക് 10% ഡിസ്കൗണ്ട് നമ്മൾ ഇവിടുന്ന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ ഏതെങ്കിലും ഫ്രണ്ട് ഓർ ഫാമിലി ഇവിടെ ജോയിൻ ചെയ്യാൻ അല്ലെങ്കിൽ ഇഗ്നോയിൽ പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അവരോട് ലേൺ വൈസിനെ കുറിച്ച് പറയാം. സോ ഏത് കോഴ്സും ആയിക്കോട്ടെ, ഇപ്പൊ ഇംഗ്ലീഷ് എന്നാവണം വേറെ ഏത് കോഴ്സ് ആണെങ്കിലും നമ്മൾ ഇവിടുന്ന് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. റിഫ്ലക്ഷൻ ഓൺ എക്സാം എക്സ്പീരിയൻസസ്. സോ ഫസ്റ്റ് ഇയറിന്റെ എക്സാം ഒക്കെ എഴുതി കഴിഞ്ഞിരിക്കാന്നറിയാം. കുറെ പേർക്ക് എക്സാംസ് എളുപ്പമായിരുന്നു, കുറെ പേർക്കൊന്നും കുഴപ്പമില്ലായിരുന്നു, അങ്ങനെയൊക്കെ വന്ന് പറഞ്ഞവരുണ്ട്. അപ്പൊ നിങ്ങളുടെ ഒരു ഓവറോൾ എക്സാംസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊന്ന് നിങ്ങൾ ഫ്രണ്ടിലേക്ക് വന്നിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബാക്കിയുള്ള നിങ്ങളുടെ ക്ലാസ്മേറ്റ് കൂടെ പഠിക്കുന്നവരെയൊക്കെ നമുക്ക് എല്ലാവർക്കും എങ്ങനെയാണ് എക്സാമിന് അടുത്ത എക്സാം എഴുതാൻ പോകുന്ന സമയത്ത് എങ്ങനെയൊക്കെ ഫേസ് ചെയ്യണം എന്നുള്ള ഒരു ടിപ്സോ കാര്യങ്ങളൊക്കെ കൊടുക്കാനൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതൊക്കെ ചെയ്യുകയാണെന്നെങ്കിൽ അവർക്കും കൂടി ഹെൽപ്ഫുൾ ആയിരിക്കും. സോ ആദ്യം ആരാണ് വരുന്നത്? ഹലോ മാം, ഞാന് ഡിഗ്രി എൻ്റെ കംപ്ലീറ്റ് ചെയ്തിട്ട് ഏകദേശം ഒരു മോർ ദാൻ 30 years ബാക്കാണ് ഞാൻ ചെയ്തത്. ഞാൻ ഡിഗ്രി മാത്സ് ആയിരുന്നു, അത് കഴിഞ്ഞ് BEd ഒക്കെ ചെയ്തു. അങ്ങനെ ഒരു ഹൗസ് വൈഫാണ്. കുട്ടികള് പുറത്തൊരു സ്കൂളിൽ പഠിക്കുന്നു. അപ്പോഴാണ് ഞാൻ ബൈ ചാൻസിൽ ഈ ലേൺ വൈസിനെ ഇങ്ങനെ ഒരു PG എടുക്കണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. അന്ന് എനിക്ക് വലിയ ഒരു അത്ര വലിയ മാർക്കൊന്നും ഇല്ലായിരുന്നു. കാരണം പിന്നെ ഞാൻ അതങ്ങ് ഉപേക്ഷിച്ച് BEd ചെയ്തു. അന്നേരമാണ് ഞാനിങ്ങനെ സ്ക്രോൾ ചെയ്തപ്പോൾ ലേൺ വൈസിന്റെ എനിക്ക് രാവിലെ എഴുന്നേറ്റ് ഇങ്ങനെ റീൽസ് കാണുക എന്നുള്ളതായിരുന്നു മെയിനായിട്ടുള്ള ഒരു ഹോബി. അപ്പം ഞാനിങ്ങനെ നോക്കിയപ്പോൾ ലേൺ വൈസ് ഇങ്ങനെ ബൈ ചാൻസിൽ എൻ്റെ കണ്ണിൽ ഇങ്ങനെ പെട്ടു. അങ്ങനെ ഞാൻ അവിടെ കോണ്ടാക്ട് ചെയ്തു. എനിവേ ഞാൻ സമയം കളയുന്നില്ല. എൻ്റെ എക്സാംസ് ഞാൻ ജസ്റ്റ് പാസ് മതി, എനിക്കൊരു 40 മാർക്ക് കിട്ടിയാൽ മതി എന്നുള്ള ഒരു ഇതിലാണ് ഞാൻ പഠിത്തം ഒക്കെ തുടങ്ങിയത്. പക്ഷേ ലേൺ വൈസിന്റെ മാമിന്റെ ഒക്കെ ആ ഗൈഡൻസ് കാരണം വളരെ ഇൻട്രസ്റ്റോടു കൂടി ഞാൻ പഠിച്ചു. എക്സാം നല്ല രീതിയിൽ എഴുതി. ഞാൻ കോട്ടയം CMSലായിരുന്നു എൻ്റെ സെന്റർ. ഞാൻ ഈ നോട്ട്സ് ഒക്കെ
ഒക്കെ എക്സാമിന് ജസ്റ്റ് മുമ്പേ ഇതെല്ലാം ഇങ്ങനെ റെഫർ ചെയ്യുമ്പോൾ എൻ്റെ കൂടെ ഉള്ളവരൊക്കെ ചോദിച്ചു ഇതെന്താ എന്തുമാത്രം നോട്ട്സാ. അപ്പം എക്സാമിന് എഴുതിയിരിക്കുമ്പോഴും ആ മാം ലാസ്റ്റിലത്തെ എൻ്റെ ക്രിറ്റിസിസം തിയറി ആ പേപ്പർ ഗൈഡ് ചെയ്ത മാം നേരത്തെ മുതലേ പറയാമായിരുന്നു, ലാസ്റ്റ് മിനിറ്റിൽ നിങ്ങൾ പഠിക്കാനും ഇരിക്കരുത്, ആദ്യം മുതലേ പഠിക്കണമെന്ന്. അതൊരു നല്ല ഒരു ടിപ്പായിരുന്നു. ഞാൻ അതനുസരിച്ച് ആദ്യം മുതലേ ആ പേപ്പറിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തു. എനിവേ ആ ക്രിറ്റിസിസം പേപ്പർ ഞാൻ ഹാളിൽ ഇരിക്കുമ്പോൾ തന്നെ എല്ലാവരും 2:30 ആയപ്പോൾ തന്നെ എക്സാം 2 മണിക്ക് തുടങ്ങി. ഒരു 2:30 ആയപ്പോൾ തന്നെ കുറെ പേരൊക്കെ ഒന്നും എഴുതാൻ ഇല്ലാതെ എഴുന്നേറ്റ് പോകുന്നതാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ ടൈം പോലും കിട്ടിയില്ല. താങ്ക് യു സോ മച്ച് ഫോർ ദ ലേൺവൈസ് ടീം. എനിക്ക് അറിയത്തില്ല, പറയാൻ വാക്കുകളില്ല. ആ ലാസ്റ്റ് മിനിറ്റിലെ ആ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറും ആ എക്സാമും കുറച്ച് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ അയച്ചു തന്നെ മിക്കവാറും ഒരു 80% ക്വസ്റ്റ്യൻസും അതിൻ്റെ അകത്തുനിന്നായിരുന്നു ചോദിച്ചത്. ഐ എം സോ താങ്ക്ഫുൾ. ഇപ്പം എനിക്ക് ഫസ്റ്റ് പേപ്പറിന്റെ റിസൾട്ട് വന്നു, MEG 01-ന്റെ. എനിക്ക് അതിൽ 157 മാർക്സ് ഉണ്ട്. ഞാൻ തന്നെ അതിശയിച്ചു പോയി. എനിക്ക് കുറച്ചും കൂടെ ഒക്കെ നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിരുന്നെങ്കിൽ കുറച്ചുകൂടെ മാർക്ക് എനിക്ക് സ്കോർ ചെയ്യാമായിരുന്നു. എനിവേ താങ്ക് യു സോ മച്ച് ഫോർ ദ ലേൺവൈസ് ടീം ആൻഡ് ഡയറക്ടറിനും എല്ലാ മെന്റേഴ്സിനും എൻ്റെ താങ്ക് യു സോ മെനി. താങ്ക് യു മിസ്സിന്. മെഗാ മിസ്സാണെങ്കിൽ എനിക്ക് എപ്പം വിളിച്ചാലും ഞാൻ പറയും, മിസ് എനിക്ക് ഭയങ്കര പേടിയാണ് എക്സാം. ആദ്യം ഒരു 35 വർഷം കഴിഞ്ഞ് ആദ്യമായിട്ട് ഒരു കോളേജിലോട്ടൊക്കെ പോവാൻ, പേടിക്കണ്ട, എനിക്ക് നല്ല ധൈര്യം. ബാക്കിയുള്ളവരോടും എനിക്ക് പറയാനുള്ള ഈ ടീമിന്റെ ഹെൽപ്പ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മോർ ദാൻ 80% മാർക്ക് സുഖമായിട്ട് വാങ്ങിക്കാം എല്ലാവർക്കും. ഓക്കെ, താങ്ക് യു സോ മച്ച് മാം. താങ്ക് യു സ്വപ്ന. താങ്ക് യു. ഓക്കെ, സോ നമ്മുടെ സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാൻ പോവാണ്. സോ ഇതിനകത്ത് നമുക്ക് മേജർ ആയിട്ടുണ്ടായിട്ടുള്ള നമ്മൾ ഈ ഒരു സെഷന് മെയിൻ ആയിട്ടുള്ള കുറച്ച് ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യം ഒന്നും ഷോർട്ട് ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്ത് നമ്മളെ സെക്കൻഡ് ഇയർ കോഴ്സും ആൻഡ് അതിന്റെ ഇമ്പോർട്ടൻസ് ആണ്. അതിന്റെ ഒപ്പം തന്നെ നിങ്ങൾക്ക് സെക്കൻഡ് ഇയർ അഡ്മിഷന്റെ റീ രജിസ്ട്രേഷന്റെ കാര്യങ്ങളൊക്കെ കുറിച്ച് നമ്മുടെ ജയ്ഷ മാം ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഡീറ്റെയിൽ ആയിട്ടുള്ള നമ്മളുടെ കോഴ്സ് റിലേറ്റഡ് ആയിട്ട് പേപ്പേഴ്സും അതിനകത്ത് ബ്ലോക്ക് വരുന്നതൊക്കെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. ആൻഡ് പിന്നെ അതിനുശേഷം നിങ്ങൾക്ക് ഒരു സ്ട്രാറ്റജിക് സ്റ്റഡി പ്ലാനിങ് ആൻഡ് ബാലൻസ്ഡ് തന്നിട്ടുണ്ടായിരുന്നു. എങ്ങനെയൊക്കെയാണ് നിങ്ങൾ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യേണ്ടതെന്നും അതിനുശേഷം നമുക്ക് ഫീഡ്ബാക്ക് ആയിട്ട് സ്വപ്ന നമുക്കൊരു ഷോർട്ട് ആയിട്ടുള്ള ഒരു ഫീഡ്ബാക്ക് ഇതാ, നിങ്ങൾക്ക് എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയിട്ടുണ്ടാവും അത്. ആൻഡ് പിന്നെ അതുപോലെ തന്നെ നമ്മളെ ലേൺ വൈസിന്റെ ഒരു എക്കോ സിസ്റ്റത്തിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയാണ് നമ്മളുടെ സ്ട്രെങ്ത് ആൻഡ് നിങ്ങൾക്ക് നമ്മൾ ഇവിടുന്ന് പ്രൊവൈഡ് ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ചിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ലാസ്റ്റ് ആയിട്ട് നമ്മൾ ആ ഒരു റെഫർ എ ഫ്രണ്ട് ഇനീഷ്യേറ്റീവിനെ കുറിച്ചിട്ടും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ നിങ്ങളുടെ ഇഗ്നോയിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ഫ്രണ്ട്സ് ഓർ ഫാമിലി ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെ അടുത്ത് പറഞ്ഞിട്ട് നിങ്ങൾക്ക് നമ്മൾ ഇവിടെ ജോയിൻ ചെയ്യിപ്പിക്കാവുന്നതാണ്. നിങ്ങൾക്ക് ആ ഒരു റെഫറൽ കിട്ടുന്നതായിരിക്കും. സോ ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് നമ്മൾ വരുന്ന സെഷൻ. സോ ഇനി ആർക്കെങ്കിലും ഫീഡ്ബാക്ക് പറയാനുണ്ടോ? ഓക്കെ ഷിബിന പറയൂ, എങ്ങനെ ഉണ്ടായിരുന്നു എക്സാംസ് ഒക്കെ? എക്സാംസ് ഒന്നും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. മാമിന്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ഇല്ലേ, സത്യം പറഞ്ഞാൽ അത് മാത്രം കണ്ട് ആ ഫോക്കസ് ഏരിയ മാത്രം പഠിച്ചിട്ടാണ് ഞാൻ പോയി എക്സാം എഴുതിയിട്ടുള്ളത്. എക്സാമിന്റെ 1-2 മാസം മുന്നേ തുടങ്ങിയിരിക്കണ പഠിത്തം, പക്ഷെ ഒന്നും ആയില്ല, എവിടെ എത്തിയിട്ടില്ല. നാളെ തുടങ്ങാന്ന് വിചാരിച്ച് ലാസ്റ്റ് എക്സാമിന്റെ ഡേറ്റ് വന്നപ്പോഴാണ് പഠിക്കാനുള്ള ഒരു ഫീൽ ഉണ്ടായത്. അപ്പോഴും എവിടുന്ന് തുടങ്ങണം, എന്താ എഴുതണ്ട് എന്നുള്ള ഒരു പിടുത്തം ഉണ്ടായിരുന്നില്ല. പിന്നെ മാമിന്റെ ആ ലിങ്ക് വന്നതിന് ശേഷം ഫോക്കസ് ഏരിയ ഇരുന്ന് പഠിച്ചു. ഫസ്റ്റ് ഒരു എക്സാമിന്റെ റിസൾട്ട് വന്നിട്ടുണ്ട്, പ്രതീക്ഷിച്ചതിലും മാർക്ക് ഉണ്ട്. ഞാൻ ജസ്റ്റ് പാസ് പ്രതീക്ഷിച്ചിട്ടേ പോയിട്ടുണ്ടായിരുന്നുള്ളൂ, പക്ഷെ 60 എബോവ് മാർക്ക് ഉണ്ട്. ഹാപ്പിയാണ്. ആ ഒരു സെക്ഷൻ മാത്രം കണ്ടതുകൊണ്ട് കിട്ടിയ മാർക്കാണ്. ഓക്കെ മാം, താങ്ക് യു. താങ്ക് യു ഷിബിന. സോ നമുക്ക് നമ്മുടെ സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാം. സോ ഇവിടെ ജോയിൻ ചെയ്തിട്ടുള്ള എല്ലാ ലേണേഴ്സിനും ഓൾ ദി ബെസ്റ്റ്. നിങ്ങൾ സെക്കൻഡ് ഇയറിലേക്ക് വരിക, ഫസ്റ്റ് ഇയറിൽ പഠിച്ച പോലെ തന്നെ നന്നായി പഠിക്കുക. ആൻഡ് ഇവിടെ നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിട്ടുള്ള ബാക്കി മെന്റേഴ്സ് നസ്രീൻ, വൈഷ്ണവി, ജയ്ഷ, എല്ലാവർക്കും താങ്ക് യു ഫോർ ജോയിനിങ്. നിങ്ങൾ ഇഗ്നോയിൽ ജോയിൻ ചെയ്ത ഒരാളാണോ? അല്ലെങ്കിൽ ഇഗ്നോയിൽ ജോയിൻ ചെയ്ത് ഡിഗ്രി PG ഒക്കെ തന്നെ നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ? ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺവൈസ് പ്ലാറ്റ്ഫോം. കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച, ഏറ്റവും
ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള ഇഗ്നോയിൽ നിന്ന് നിങ്ങൾക്ക് ഡിഗ്രി, PG, MBA ഒക്കെ നേടാം. 22ഓളം വരുന്ന പ്രോഗ്രാമുകളിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയറിന് ആവശ്യമായിട്ടുള്ള ഫുൾ സപ്പോർട്ട് ലേൺവൈസിൽ ലഭ്യമാണ്. തങ്ങളുടെ എല്ലാ ലേണേഴ്സിനും കൃത്യമായ മെന്റർഷിപ്പോട് കൂടി കോംപ്രിഹെൻസീവ് ആയ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്ന ലേൺവൈസിന്റെ സവിശേഷതകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. ലേൺവൈസിൽ മുമ്പ് പഠിച്ചവരുടെയും അതുപോലെ നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെയും എക്സ്പീരിയൻസ് അറിയുന്നതിനായിട്ട് എത്രയും പെട്ടെന്ന് ലേൺവൈസ് യൂട്യൂബ് ചാനലിലേക്ക് പോവുക. നിങ്ങൾക്ക് അവിടെ ഒരുപാട് വീഡിയോസ് കാണാനാവും. കൂടുതൽ വിവരങ്ങൾക്കായി എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടാവുന്നതാണ്.